രാഷ്ട്രീയമായിട്ട് ഇത് മലബാറും കൊച്ചിയും തിരുവിതാംകൂറുമായിട്ട് കിടക്കുകയാണ്. കൊച്ചിയും തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളും മലബാർ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ജില്ലയും ഇവരെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം 1930 തൊട്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ 30 തൊട്ട് തന്നെ കേരളത്തിന്റെ പൊതു ഉത്സവമായിട്ട് ഓണം ആഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ് ആ കാലത്ത് ഇതിനെ പ്രബലമായിട്ടുള്ള ഒരുപാട് വാദഗതികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആഴ്ചപ്പതിപ്പിലുള്ള ലേഖനങ്ങൾ. ഈ മാവേലി ചരിത്ര ഓണപ്പാട്ടിൽ ഈ വരി ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത് കേരളത്തിൽ ഒരു ഇടതുപക്ഷ ചിന്തയുടെ ഭാഗമായിട്ടാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു വ്യാഖ്യാനം അതിനുള്ളതായിട്ട് പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, പുരാണങ്ങളിലെ മഹാബലിയും തുല്യതയുള്ള സമൂഹത്തിലല്ല സ്വപ്നം കിട്ടുന്നത്. മഹാബലി എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തിരുന്നത് മാത്രമാണ് പറയുന്നത്. സമൂഹം തുല്യമാണെന്ന് ആ കാലത്ത് ആരും വാദിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലും ഇങ്ങനെ സമത്വ സുന്ദരമായ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്ന് വാദിക്കുമ്പോൾ അത് വരാൻ പോകുന്നൊരു വ്യവസ്ഥയ്ക്ക് കുറച്ചും കൂടി ഒരു ന്യായീകരണം ഉണ്ടാക്കിയെടുക്കും. അത് നമ്മൾ പ്രാകൃത കമ്മ്യൂണിസം എന്ന് മാർക്സിസത്തിൽ പണ്ട് പറഞ്ഞിരുന്ന പോലെ, കമ്മ്യൂണിസം പണ്ടുണ്ടായിരുന്നു, അത് പക്ഷേ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്തൊരു അവസ്ഥയല്ല. അതുപോലുള്ള ഒരു മാവേലിക്കാലം നമുക്കുണ്ടായിരുന്നു. നമുക്ക് ഇനി ആ മാവേലിക്കാലത്തേക്ക് പോകണം എന്നുള്ളതാണ് ഓണക്കാലത്തിന്റെ സ്വപ്നം. ആ സ്വപ്നം എല്ലാ കാലത്തും ഉണ്ട്. പരസ്യങ്ങൾക്ക് വേണ്ടി ഒരു ഐക്കണാക്കി മാറ്റുന്ന മാവേലി, ഈ മാവേലി സങ്കല്പത്തിന് മറ്റേ സാന്റാക്ലോസ് ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. ക്രിസ്മസിൽ നമ്മൾ അങ്ങനെ സാന്റാക്ലോസിനെ ഉണ്ടാക്കി, അതും പഴയകാല സങ്കല്പമൊന്നും ആയിരുന്നില്ല. അത് അങ്ങനെയൊക്കെയോ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് യൂറോപ്പിലൊക്കെ പ്രചരിച്ച് വന്നിട്ടുള്ള ഒന്നാണ്. ഇവിടെ അതിനൊരു പ്രത്യേക ഐക്കണാക്കി മാറ്റി. അതേപോലെ നമ്മൾ മാവേലിയും ഒരു വേഷം കെട്ടുന്ന ഒരു ഐക്കണാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അത് ഈ ആധുനികതയുടെ എല്ലാ ഉത്സവങ്ങൾക്കും ഏതെങ്കിലും ചിഹ്നങ്ങൾ വേണം. അതിനൊരു ചിഹ്നം, തിരുവാതിരക്കളി അല്ലെങ്കിൽ ആ സമയത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഇത്തരം കളികളൊക്കെ ഒരു യൂണിഫോം രീതിയിൽ കൊണ്ടുവരുന്നത് ഈ മദ്രാസ് മലയാളികളാണ്. കാരണം അതിനു മുമ്പ് അങ്ങനെ ഇല്ല. അതിനു മുമ്പ് എല്ലാവരും വെള്ളമുണ്ട് ധരിച്ചിട്ടുള്ളതുകൊണ്ട് ഒരേപോലെ, പക്ഷെ നിറം വ്യത്യാസം ഉണ്ടായിരിക്കും. ബ്ലൗസിന്റെ ഒക്കെ നിറം വ്യത്യാസം ഉണ്ടാവും. പിന്നെ ആദ്യകാലത്ത് ബ്ലൗസ് ഉപയോഗിച്ചിരുന്നില്ല. അത് ബ്ലൗസൊക്കെ മദ്രാസ് മലയാളികളുടെ രീതിയാണ്. കാരണം ബ്ലൗസും കൊണ്ടുവരുന്നത് പുറമേ നിന്നാണ്. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. കേരളത്തിൻ്റെ പൊതു ദേശീയ ഉത്സവമായി ഓണം രൂപപ്പെട്ടത് എങ്ങനെയാണ്? അതിനു മുന്നേ കേരളത്തിലെ പല സമൂഹങ്ങളിലും നിലനിന്നിരുന്ന ഓണസങ്കല്പങ്ങളും മാവേലി സങ്കല്പങ്ങളും തിരസ്കരിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഓണത്തിൻ്റെ സാമൂഹ്യ ഭാവനാലോകങ്ങളെ വിശദമായി അന്വേഷിച്ചറിഞ്ഞ ഡോക്ടർ പി രഞ്ജിത്താണ് ഇന്ന് കേരളീയം ടോക്കിൽ. ഒരുപാട് കാലം പഴക്കമുണ്ടെന്ന് തോന്നിക്കുമെങ്കിലും നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഓണത്തിന് ആധുനിക കാലത്ത് തന്നെ രൂപപ്പെട്ട ഒരു സങ്കല്പമാണ് നിലനിൽക്കുന്നത്. ഒരുപാട് മാവേലിമാരെയും ഒരുപാട് സങ്കല്പങ്ങളെയും എല്ലാം തിരസ്കരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഓണവും അതിൻ്റെ സങ്കല്പങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ തിരസ്കരിക്കപ്പെട്ട ആധുനിക കാലത്ത് മാറ്റി നിർത്തപ്പെട്ട സങ്കല്പങ്ങളെക്കുറിച്ചും മാവേലിമാരെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം ആരംഭിക്കാം. ഈ തിരസ്കരിക്കുക എന്നുള്ള പ്രശ്നം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗം അതിൽ ഒരു പ്രത്യേക താല്പര്യത്തോടെ ഏതെങ്കിലും ഓണത്തിൻ്റെ ഏതെങ്കിലും ഒരു മിത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചടങ്ങുകളെയോ മാത്രം ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ആ ഒരു പ്രശ്നം തന്നെ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 150 കൊല്ലം ആയിട്ടുള്ളൂ ആ തരത്തിൽ ഓണത്തിനെ നമ്മൾ മാറ്റിയെടുത്തിട്ട്. അതിനു മുൻപ് നമുക്ക് അങ്ങനെ തെളിവുകളോടെ പറയാൻ പറ്റില്ലെങ്കിലും സമൂഹം മുഴുവനായിട്ടും പല ചെറിയ വിഭാഗങ്ങളായിട്ട് ചെറിയ കിടക്കുകയായിരുന്നല്ലോ. കേരളത്തിൻ്റെ സമൂഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈ പ്രാദേശികമായിട്ടും ചെറിയ വിഭാഗങ്ങളാണ്. പിന്നെ ജാതി പോലുള്ള ഘടനകൾ അതിനെ പല തട്ടുകളായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമൂഹം തന്നെ കുറേ കഷ്ണങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു പൊതു ആഘോഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എളുപ്പമല്ല, അങ്ങനെ സാധ്യമല്ല, അങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പൊതുസമൂഹം ഇല്ലല്ലോ, പിന്നെ എന്തിനാ പൊതു ആഘോഷം ഉണ്ടാവും? ഈ പൊതുസമൂഹം ഉണ്ടായി വരുമ്പോഴാണ് നമ്മൾ പൊതുവായിട്ടുള്ള ആഘോഷം ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. എൻ്റെ ഒരു അന്വേഷണത്തിൽ അതിന് ആകെ ഏറ്റവും കൂടിയ 150 വർഷത്തെ പഴക്കമേ ഉള്ളൂ. കേരളീയ പൊതുസമൂഹം ഉണ്ടാകുന്നതോട് കൂടി തന്നെയാണ് കേരളീയമായിട്ടൊരു ഓണം ഉണ്ടാകുന്നത്. അതുവരെയുള്ള ഓണം എന്ന് പറയുന്നത് ഒരു കാലം ആണ്. കർക്കിടകവും ചിങ്ങവും കന്നി ഉൾപ്പെടുന്ന 3 മാസങ്ങളിൽ വരുന്ന ഒരു കാലത്ത് നടക്കുന്ന കുറേയധികം കാര്യങ്ങളെ നമ്മൾ പിന്നെ ഓണം എന്ന് പറയുന്ന ഒരു 10-15 ദിവസത്തേക്ക് ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരികയാണ്. അതിൽ ഏറ്റവും പഴക്കമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് പ്രകൃതിയും കാലാവസ്ഥയായിട്ടുള്ള ഘടകങ്ങളാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥ, കേരളത്തിൻ്റെ പ്രകൃതി, അതിൻ്റെ ഒരു ലെയർ, അതിൻ്റെ ഒരു അടര് ഓണത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണാൻ പറ്റും.
അതിൽ പൂക്കളമാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. പൂക്കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്ത് ഒരു പൂക്കാലമുണ്ട്, ചെറിയ ചെടികളുടെ പൂക്കാലമുണ്ട്. ഈ പൂക്കളം ആ കാലത്തുണ്ടാകുന്ന പൂക്കൾ പൊട്ടിച്ചിട്ട് ഇടുന്ന പൂക്കളം, ആ പൂക്കളത്തിന് നേതൃത്വം കൊടുക്കുന്ന കുട്ടികളും സ്ത്രീകളുമാണ്. അപ്പോൾ അതിലൊരു അനുഷ്ഠാനത്തിൻ്റെ സ്വഭാവം ഒന്നും തന്നെ ഇല്ല. അത് ഇന്ന തരത്തിലിടണം, ഇന്ന രീതിയിലിടണം എന്നൊക്കെ പിന്നീട് കുറച്ച് കാര്യങ്ങൾ ചേർന്നെങ്കിൽ അതൊക്കെ പിന്നീട് ഉണ്ടായതാണ്. കുട്ടികൾക്ക് എങ്ങനെ വേണമെങ്കിൽ പൂക്കളിടാം, പൂക്കൾ ഇടുക എന്നുള്ളതാണ്. അത് കളിയാണ്, ഒരു പ്ലേ കൂടിയാണ്. പൂ പൊട്ടിക്കാൻ പോകുന്നു, അതിന് പാട്ടുകളുണ്ട്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ ശരിക്കും ഈ പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട പൂ പൊട്ടിക്കുന്ന പാട്ടുകളാണ്. പിന്നെ അതിന് സമുദായത്തിൻ്റെ ഉള്ള വിലക്കുകളില്ല. പിന്നെ കുട്ടികളാവുമ്പോൾ അവർക്ക് പല വിലക്കുകളും പെട്ടെന്ന് ലംഘിക്കാനും പറ്റും. അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഏറ്റവും പഴക്കം തോന്നിക്കുന്ന കുറേ ചടങ്ങുകൾ ഈ കർക്കിടക മാസത്തിലുണ്ട്. അത് കർക്കിടക മാസത്തിലെ മഴ കഴിഞ്ഞിട്ട് മഴ കഠിനമായിട്ടുള്ള മഴക്കാലമായിരുന്നു പഴയ കാലത്ത്. അതിനുശേഷം ചിങ്ങത്തിൽ വെയിൽ വരുമ്പോൾ അതിനെ ഓണവെയിൽ എന്ന് വിളിക്കും. പിന്നെ അന്ന് വിട്ടിരുന്ന പൂക്കളെ ഓണപ്പൂക്കൾ എന്ന് വിളിക്കും. ഈ ഭാഷയിലുള്ള ഈ വാക്കുകളൊക്കെ ഈ പഴയ കാലാവസ്ഥയെ ആ കാലത്തെ ആളുകൾ സ്വാംശീകരിച്ചതിൻ്റെ തെളിവുകളാണ്. അപ്പോൾ കാലാവസ്ഥയും പ്രകൃതിയും കുറച്ചൊരു നല്ല കാലം, പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാലം, സന്തോഷകരമായിട്ടുള്ളൊരു കാലം എന്നുള്ള നിലയ്ക്കാണ് ആ ഓണത്തിൻ്റെ ഒരു അടര്. അപ്പോൾ ആ കാലത്തിന് പൂക്കൾ ഉപയോഗിച്ചിട്ടും മറ്റുള്ള ഒരു ഉത്സവം, ഒരു സന്തോഷം. പിന്നെ ഭക്ഷണം എല്ലാ കാലത്തും ഉണ്ടായിരിക്കാം. പിന്നെ ഭക്ഷണം എല്ലാ ഉത്സവങ്ങളുടെയും ഭാഗമാണ്. ആ കാലത്ത് കേരളത്തിൻ്റെ കാർഷിക വിഭവങ്ങളിൽ പ്രധാനമായിട്ടും വാഴയാണ് വിളവെടുപ്പ് നടക്കുന്ന ഒരു കാര്യം. അത് ഇപ്പോൾ നേന്ത്രവാഴയ്ക്കൊക്കെ അങ്ങനെ ഒരു സൈക്കിൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പഴയ കാലത്ത് അങ്ങനെ തന്നെയാണോ എന്ന് അറിയില്ല. എന്തായാലും വാഴയുടെയും പിന്നെ പച്ചക്കറിയുടെയൊക്കെ വിളവെടുപ്പ് ആ കാലത്തുണ്ട്. നെല്ല് പക്ഷെ നേരത്തെ കൃഷി ചെയ്യുകയാണെങ്കിൽ ആ കാലത്ത് വിളവെടുക്കാൻ പറ്റും ചിങ്ങത്തിൽ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെയ്യുന്ന പോലെ കന്നിമാസത്തിലായിരിക്കും കൊയ്ത്തുണ്ടാവുക. അപ്പോൾ അങ്ങനെ കൃഷിയായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ വിളവെടുപ്പിനേക്കാളും ഓണത്തിൽ ചെറിയ ചടങ്ങുകളായിട്ട് കാണുന്നത് വിത്തുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചടങ്ങുകളാണ്. ഈ നമ്മൾ ഈ ഓണത്തപ്പനെ പ്രതിഷ്ഠിക്കുക എന്ന് മലബാറിൽ പറയുന്നു, മഹാബലിയെ വെക്കുക എന്ന് പറയുന്നു, തൃക്കാക്കരപ്പനെ വെക്കുക എന്ന് പറഞ്ഞാൽ പലരും പല പേരുകളിൽ വിളിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പച്ചമണ്ണാണ്. പച്ചമണ്ണ്, ആ മണ്ണ് ഉരുളയായിട്ടോ കോണായിട്ടോ അതിൽ ശിവലിംഗത്തിൻ്റെ ആകൃതിയിലോ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചെടികൾ, അത് തുമ്പ, അങ്ങനത്തെ കുറച്ച് ആ കാലത്ത് കിട്ടുന്ന പൂക്കളുള്ള ചെടികൾ കുത്തിവെക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് മുളച്ചു വരുന്ന സസ്യത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് നമ്മുടെ കൃഷി വരുന്ന കാലത്താണല്ലോ നമ്മൾ മുളപ്പിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി അതിൽ ചേർന്ന് വരുന്നുണ്ട്. അത് വേറൊരു അടരാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും പഴയ കാലത്ത്. ഇത് ഇപ്പോഴും ഉണ്ട്. അത് ചില സമൂഹങ്ങളിലേക്കൊക്കെ മാറ്റി എന്നൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ പഴയ കാലത്തും എല്ലാ സമൂഹങ്ങളും ഒരുപോലെ അല്ല ഇതൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ ഈ സമൂഹങ്ങളുടെ ഓരോന്നിൻ്റെയും വലിയ വലിയ വ്യത്യാസങ്ങൾ, അതിൽ കുറേ കാര്യങ്ങൾ ചില സമൂഹങ്ങൾ മറ്റു സമൂഹങ്ങളിൽ അനുകരിക്കും. കുറേ കാര്യങ്ങൾ അവരെപ്പോഴും വേർതിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും. വ്യത്യാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഈ ഇവരുടെ ഒരു ലക്ഷ്യമാണ്. ചിലപ്പോൾ സാദൃശ്യം ഉണ്ടാക്കിയെടുക്കും. അതിൻ്റെയൊക്കെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ പഴയ കാലത്തെ മനസ്സിൻ്റെ അവസ്ഥകളിൽ പോകാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഈ വ്യത്യാസവും അനുകരണവും സ്വാംശീകരണവും ഒക്കെ കുറേ നടന്നുകൊണ്ട് അപ്പോൾ ഒരു നീണ്ട കാലം കൊണ്ട് ഇതെല്ലാം അങ്ങനെ പരിണമിച്ച് മാറിയിട്ടുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഉള്ള ഓണത്തിൻ്റെ ഈ ലെയറുകൾ എടുക്കാൻ പറ്റുള്ളൂ. ഈ കാലാവസ്ഥയാണെങ്കിൽ അടുത്ത കാലം വരെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും പഴയതാണെന്നോ വളരെ പ്രാചീനമായ കാലത്ത് ഓണം ഉണ്ടെന്നൊക്കെ ബാധിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം അങ്ങനെ തെളിവുകളൊന്നും നമുക്കില്ല. ഈ മലയാളിയുടെ ഭൂതകാലങ്ങൾ എന്ന പുസ്തകത്തിൽ മാഷ് പലതരം പാട്ടുകളിലെ, നാടൻ പാട്ടുകളിലെ മാവേലിമാരെ കുറിച്ച് പറയുന്നുണ്ട്, ഓണസങ്കല്പങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ മാവേലി ചരിത്രത്തിന്റെ തന്നെ 8ഓളം പാഠാന്തരങ്ങളെ കുറിച്ച് മാഷ് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള മാവേലി എന്ന സങ്കല്പങ്ങളെ കുറിച്ച് പറയാം. നമ്മൾ സാധാരണ ഇവിടെ കരുതാറുള്ളത് നമ്മുടെ ഭാഗവത പുരാണത്തിലെ മഹാബലി തന്നെയാണ് നമ്മുടെ മാവേലി എന്നാണ്. നമ്മളിപ്പോൾ അങ്ങനെ ഒരുമിച്ചാണ് എപ്പോഴും പറയുക. പക്ഷെ നമ്മൾ നാടൻ പാട്ടുകൾ നോക്കുമ്പോൾ അവർക്ക് എവിടുന്ന് കിട്ടിയെന്നൊന്നും പറയാൻ കഴിയില്ല. അവിടെ ഒരു മാവേലി ഉണ്ട്. ഇപ്പോൾ പുലയരുടെയൊക്കെ പാട്ടുകളിൽ മാവേലിയാൻ കുയിലൻ ആശാരി ഒരു ആശാരിയുടെ പേരായിട്ട് മാവേലി കാണാം. പിന്നെ വേലരുടെ, പ്രത്യേകിച്ചും തിരുവിതാംകൂറിലെ വേലരുടെ പാട്ടുകളിൽ നല്ലച്ഛൻ മാവലി ആണുള്ളത്. നല്ലച്ഛൻ മാവലി, ഈ നല്ലച്ഛൻ മാവലി അത് അവരുടെ ഒരു മലമയുടെ കഥ എന്നുള്ള അവരുടെ പ്രസിദ്ധമായിട്ടൊരു പാട്ടുണ്ട്. അത് അവർ കുറേ അനുഷ്ഠാനങ്ങളുടെ ആരംഭത്തിൽ ചൊല്ലും. പക്ഷെ ഈ പാട്ടിന് അനുഷ്ഠാന സ്വഭാവമില്ല. അത് ഭൂമിയുടെ അഥവാ മലബാറിൻ്റെ അല്ലെങ്കിൽ കേരളക്കരയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നൊരു പാട്ടാണ്. പാട്ടല്ല, ശരിക്കും ഒരു ഗദ്യകൃതിയാണ്. അത് ചൊല്ലുകയാണ് ചെയ്യുന്നത്, പാടുകയല്ല ചെയ്യുന്നത്. അവരൊപ്പം തന്നെ വാദ്യങ്ങൾ വായിക്കും. അതിൽ ഈ നല്ലച്ഛൻ മാവലി ഭൂമിദേവിയെ സംരക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ഭർത്താവായിട്ട് സംരക്ഷിക്കല്ല, ഭൂമി ഒരു പിതാവിൻ്റെ പോലെ അല്ലെങ്കിൽ ഒരു കാരണവരെ പോലെയാണ്. ഒരു മാവേലി അവിടെ ഒരു കാരണവരാണ്. ഈ കാരണവർ മാവേലി എന്നുള്ളത് ധാരാളം ദളിത് സമൂഹങ്ങളുടെ പാട്ടുകളുണ്ട്. അവരൊക്കെ പാട്ടുകളിൽ മാവേലി ഒരു കാരണവരാണ്. രാജാവ് എന്നല്ല, രാജാവ് എന്ന കൺസെപ്റ്റ് ഒന്നും അവർക്ക് ഉണ്ടാവാൻ സാധ്യതയും കുറവാണ്. കാരണം അവർ രാജാവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള സമൂഹങ്ങളല്ല. അപ്പോൾ ഒരു കാരണവരാണ്. പിന്നെ കേരളത്തിലാണെന്ന് വെച്ചെങ്കിൽ
രാജാവ് എന്ന് പറയാൻ മാത്രം അങ്ങനെ വലിയ പദവിയുള്ള രാജാക്കന്മാരൊക്കെ തിരുവിതാംകൂറൊക്കെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളൂ. അതിന് മുമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഒക്കെ നാടുവാഴികളാണ്. അപ്പോൾ ഈ കാരണവരായിട്ടുള്ള മാവേലി ഈ ദളിത് സമൂഹങ്ങളിൽ ഉടനീളമുണ്ട്. അത് നമ്മുടെ പുതിയ കാലത്ത് നഷ്ടപ്പെട്ടു പോയി. നേരത്തെ പറഞ്ഞ പുറന്തള്ളപ്പെട്ട ഒന്ന് ഇങ്ങനെ കാരണവരായിട്ടുള്ള ഒരു മാവേലിയാണ്. ആ മാവേലിക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുതരം വാത്സല്യത്തിൻ്റെ ഒരു ബന്ധമാണ് ഈ പാട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ജനങ്ങൾ അങ്ങനെ മാവേലിയെ ഭയങ്കര ഭക്തിയോടെയോ ആദരവോടെയോ നല്ല കാണുന്നത്. ഒരു നല്ലച്ഛൻ എന്നാണ് പറയുന്ന പേര്. നല്ലച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാരണവർ, നല്ലൊരാൾ, കഴിവുള്ള ഒരാൾ, നല്ലൊരാൾ, എല്ലാവരോടും സ്നേഹമുള്ള ഒരാൾ. ആ രൂപത്തിലൊരു മാവേലിയുണ്ട്. പിന്നെ അതിനുശേഷം ഈ മാവേലി ചരിതം ഓണപ്പാട്ട് വരുമ്പോൾ ആ മാവേലി ഒരു നാടുവാഴിയായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ തൃക്കാക്കര കേന്ദ്രീകരിച്ച് വയ്ക്കുന്ന ഒരു നാടുവാഴിയാണ്. പക്ഷെ അവിടെയും വാമനൊന്നുമില്ല. അപ്പൊ അത് വേറൊരു മാവേലിയാണ്. ആ മാവേലി രാജാവ്, അവിടെ രാജാവാണ് മാവേലി. പക്ഷെ എല്ലാവരെയും സന്തോഷത്തോടെ ആ മാവേലിയുടെ കാലം, നല്ലൊരു ഭരണത്തിന്റെ കാലം എന്ന് പറയുന്നതൊക്കെ ഈ മാവേലി ചരിതം ഓണപ്പാട്ടിന്റെ സങ്കല്പമാണ്. ഈ പാട്ടിന് പക്ഷെ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. MGS കണക്കാക്കുന്നത് 18ാം നൂറ്റാണ്ടൊക്കെയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയായിട്ടും ഓണം ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളൊരു ആ മാവേലി മരിച്ചുപോയി. വാമനൻ ചവിട്ടി താഴ്ത്തിയ മാവേലിയല്ല, ഈ മാവേലി മരിച്ചുപോയപ്പോൾ ഓണം മുടങ്ങാം. ആ ഓണം ആദ്യം അദ്ദേഹം പറയുന്നത് വെച്ചാൽ, ഈ പാട്ട് പറയുന്നത് ഓണം തൃക്കാക്കരയിലുള്ള ഒരു ആഘോഷമായിരുന്നു. പിന്നെ ജനങ്ങൾക്ക് തൃക്കാക്കരയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ആഘോഷിക്കാൻ മാവേലി അരുളി ചെയ്തു. അങ്ങനെ മാവേലിയുടെ അരുളപ്പാടനുസരിച്ച് എല്ലാവരും വീട്ടിൽ ആഘോഷിക്കാൻ തുടങ്ങി. അങ്ങനെ വീടുകളിലോണം. അപ്പോൾ ആദ്യം തൃക്കാക്കരയിൽ ഓണം, പിന്നെ വീടുകളിലോണം. പിന്നെ മാവേലി മരിച്ചപ്പോൾ ഈ ഓണം ക്രമേണ ഇല്ലാതായതാണ്. അല്ല പെട്ടെന്ന് ആരെങ്കിലും ഇല്ലാതാക്കിയതെന്നും പറയുന്നില്ല. പിന്നീട് ഇത് കണ്ടിട്ട് മാവേലിക്ക് ഭയങ്കര സങ്കടം. മാവേലി പരലോകത്താണല്ലോ, വലിയ സങ്കടമായി. അപ്പോൾ മാവേലി മാധവനെയും വിളിച്ചു കൊണ്ടുപോകും. മാധവൻ എന്ന് പറഞ്ഞാൽ മാദേവനും ആവാം, കൃഷ്ണനാവാം, പലതരം സങ്കല്പങ്ങളാവാം. ഈ പാട്ടിലെ പറയുന്നതനുസരിച്ച് ഒരു സങ്കല്പമാണ്. നേരത്തെ പറഞ്ഞ ഈ മലമയുടെ കഥയിൽ ഒരു നഗരവിഷ്ണു നാരായണൻ എന്നുള്ള ആളാണ് ഈ മാവേലിയുടെ ഭൂമി അപഹരിക്കുന്നത്, ഭൂമിദേവി അപഹരിക്കുന്നത്. അതുപോലെ ഒരു നാരായണൻ ഈ മാവേലി ചരിത്രത്തിലും കടന്നു വരുന്നുണ്ട്. അപ്പോൾ അയാളാണ് മാവേലിയെയും കൊണ്ട് ഇവിടേക്ക് വരുന്നത്. കാരണം അയാൾ സ്വർഗത്തിന്റെ ആളാണ്. മാവേലിയും കൊണ്ട് ഇവിടേക്ക് വരുന്നു. അപ്പോൾ മാവേലിയുടെ പുനരാഗമനാണ് പിന്നീടുള്ള ഓണം. ആ ഓണമാണ് പിന്നെ വിശദമായിട്ട് ഈ പാട്ടിൽ പറയുന്നത്. പക്ഷെ എല്ലാ പാട്ടിലും ഓണം വർണ്ണിക്കുന്നതോടൊപ്പം തന്നെ ഓണത്തിന്റെ ഒരു വലിയ ചന്തയും കൂടി വർണ്ണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ചന്ത, ഓണത്തിന്റെ കളികൾ, അതൊക്കെയാണ് പ്രധാന വർണ്ണന. പൊതുഘടകം എന്നുള്ളത് പൊതുഘടകം. അതിന് എല്ലാറ്റിനും അടിസ്ഥാനമായിട്ട് ഒരു കാരണം കണ്ടെത്തലാണ് ഈ ഓണത്തിന്റെ കഥ വെച്ചുകൊണ്ട്. ഈ മാവേലി ചരിതം ഓണപ്പാട്ടാണ് ഈ 19ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ഓണത്തിനെ കുറിച്ചുള്ള മിത്ത് വ്യാപകമാവുന്നതിനുള്ള കാരണം. പക്ഷെ ആ മിത്ത് ഇന്നത്തെ മിത്തല്ല. ആ മിത്തും ഈ മാവേലി രാജാവിന്റെ മിത്താണ്. അതിനാണ് തൃക്കാക്കരയായിട്ട് ബന്ധമുള്ളത്. മറ്റേ മഹാബലി ചക്രവർത്തി എന്ന് പറയുന്ന പുരാണത്തിലെ ആൾക്ക് തൃക്കാക്കരയായിട്ട് ബന്ധമൊന്നുമില്ല. തൃക്കാക്കരയിൽ അടുത്ത കാലത്ത് അമ്പലത്തിൽ ഒരു കസേര ഇട്ടിട്ട് ഒരു സീറ്റ് ഉണ്ടാക്കിയിട്ട് മഹാബലിയുടെ ആസ്ഥാനത്ത് പേര് വെച്ചിട്ടുണ്ടെന്ന് മാത്രം. അതൊക്കെ സിമന്റ് കൊണ്ട് ഉണ്ടാക്കിയത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് അടുത്ത കാലത്ത് ഉണ്ടാക്കിയതാണ്. ഈ മാവേലി ചരിതം ഓണപ്പാട്ടിനാണ് ഈ തൃക്കാക്കരയുള്ള ബന്ധമുള്ളത്. തൃക്കാക്കര എന്നുള്ള ക്ഷേത്രത്തിൽ ഒരു സദ്യ ഓണക്കാലത്ത് നടത്തിയതായിട്ട് കുറേ രേഖകളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നിനെ കുറിച്ചില്ല. അവിടെ ഉത്സവം നടന്നതായിട്ട് പറയുന്നുണ്ട്. അത് ഓണമായിട്ട് ബന്ധപ്പെട്ട ഉത്സവമാണെന്നുള്ള പറയുന്നുണ്ട്. ഓണം എന്നുള്ള വാക്കിനും ഇതേ പ്രശ്നമുണ്ട്. ഈ വാക്ക് നക്ഷത്രത്തിന്റെ പേരാണ്. പക്ഷെ അതൊന്നും പഴയ കാലത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നീട് അതിങ്ങനെ നമ്മൾ പരിഷ്കരിച്ച് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളതാവാം. അപ്പൊ ഇങ്ങനെ കുറേ തിരസ്കരിക്കപ്പെട്ട മാവേലിമാരുണ്ട്. അതിൽ ഒരെണ്ണം നല്ലച്ഛൻ മാവേലി എന്നൊക്കെ പറയുന്ന വേലരുടെ ഒന്ന്, പിന്നെ പുലയരുടെയൊക്കെ മാവേലി സങ്കല്പം. നാടൻപാട്ടുകൾ ഉടനീളം അത് കാണുന്നുണ്ട്. വടക്ക് നിന്ന് വരുന്നൊരു മാവേലിയുണ്ട്, തെക്ക് നിന്ന് വരുന്നൊരു മാവേലിയുണ്ട്. അങ്ങനെ പലതരം മാവേലിമാരെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ഈ പറയുന്നതെല്ലാം തന്നെ ഈ പുരാണത്തിലെ മഹാബലിയുടെ രൂപാന്തരങ്ങൾ എന്ന പേരിൽ നമുക്ക് ഒരിക്കലും പരിഗണിക്കാൻ പറ്റില്ല. ഇത് നേരത്തെ സമൂഹത്തിന്റെ ഒരു ഹെട്രോജനസ് ആയിട്ടുള്ള സ്വഭാവം ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള സങ്കല്പങ്ങൾ പിന്നീട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താവാം. പക്ഷേ ഈ പേര് ഒരുപോലെ വരുന്നതിന് പല കാരണങ്ങളുണ്ടാവും. അതിന്റെ കാരണങ്ങൾ മുഴുവൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ആ പേര് ഓണക്കാലത്താണ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനു മുമ്പ് ഈ മാവേലിയും സങ്കല്പങ്ങളൊന്നുമില്ല. ഈ 10-15 ദിവസമാണ് മാവേലിയുടെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. ഈ മാവേലി ചരിത്രങ്ങളിലൊക്കെ വ്യത്യസ്തരായിട്ടുള്ള മാവേലി സങ്കല്പങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ അടുത്ത് ഈ മാവേലി ചരിതം എന്നുള്ളത് സഹോദരൻ അയ്യപ്പൻ എഴുതിയ ഒരു പാട്ടാണ് എന്നുള്ള വാദങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് മാഷ അതിനെങ്ങനെയാ? സഹോദരൻ അയ്യപ്പൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നല്ല, 2 പാട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നിന്റെ പേര് ഓണപ്പാട്ട് എന്നാണ്, മറ്റേന്റെ പേര് യുക്തികാല ഓണപ്പാട്ട് എന്നാണ്. ഈ രണ്ടും 1930-കളിൽ 40-കളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ആ കാലത്തിന് വളരെ മുമ്പ് തന്നെ ഈ മാവേലി ചരിതം ഓണപ്പാട്ട് പ്രിന്റ് ചെയ്തിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഏറ്റവും പഴയ ഇതനുസരിച്ച് 1876 കൊച്ചിയിൽ സെന്റ് തോമസ് അച്ചുകൂടം മാവേലി ചരിതം ഓണപ്പാട്ട് പ്രസിദ്ധീകരിക്കുന്നു. മഹാബലി ചരിതം ഓണപ്പാട്ട് എന്നുള്ള പേരാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ തുടർന്നിട്ട് എല്ലാ വർഷവും ഓണക്കാലത്ത് പ്രസ്സുകാർ ഇത് പ്രസിദ്ധീകരിക്കും. ആ കാലത്തെ രീതി അനുസരിച്ച് 300-500 ഒക്കെ കോപ്പികൾ ഉണ്ടാവാം. സഹോദരൻ അയ്യപ്പൻ എഴുതുമ്പോൾ ഈ പാട്ട് ഓണക്കളിക്ക് വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ആ പാട്ടിന്റെ ഒരു 6 വരി തുടക്കത്തിൽ
മാവേലി നാടുവാണിയിടും കാലം തുടങ്ങുന്ന 6 വരി കൊടുത്തതിന് ശേഷം പിന്നെ സഹോദരൻ അയ്യപ്പൻ്റെ ആശയങ്ങൾ ഒരു പാട്ടായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓണപ്പാട്ടുണ്ടാക്കി. അതിൽ അത്ര തന്നെ യുക്തിവാദം ഇല്ലാന്ന് തോന്നിയിട്ടാകുമ്പോൾ യുക്തികാരം ഓണപ്പാട്ട് ഒരെണ്ണം കൂടി ഉണ്ട്. അതിൽ കുറച്ചും കൂടിയും യുക്തിവാദം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അയ്യപ്പൻ്റെ ആശയങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതൊരു നാടൻപാട്ടായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നാടൻപാട്ടിൽ ഇങ്ങനെയുള്ള ഫിലോസഫി കടന്നു വരില്ല. അതിന്റെ വൃത്തത്തെ താളം അതേപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പിന്നെ ആ താളത്തിലുള്ള ഒരുപാട് പാട്ടുകൾ കേരളത്തിലുണ്ട്. ചങ്ങമ്പുഴ കവിത എഴുതിയിട്ടുള്ള താളത്തിലുണ്ട്, എടപ്പള്ളി കവിത എഴുതിയിട്ടുള്ള താളത്തിൽ. ഒക്കെ ആ 1930-കളിൽ ഈ പാട്ടിന്റെ താളം ഉപയോഗിച്ചിട്ടുള്ള കുറേ രചനകൾ ഉണ്ടാവുന്നുണ്ട്. വേറെ ആൾക്കാർ ഒരു പക്ഷെ ഉണ്ടാക്കിയാണ്, നമുക്കിപ്പോൾ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പാട്ടുകൾ സെറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ നാട്ടുമ്പുറങ്ങളിലുള്ളതുകൊണ്ട്, പ്രത്യേകിച്ചും വട്ടക്കളിയൊക്കെ ആ കാലത്ത് വളരെ പ്രസിദ്ധമാണ്. ഈ വട്ടക്കളിക്ക് ഉപയോഗിക്കുന്ന പാട്ടുകളാണ് ഒരുപാടെണ്ണം. ഇപ്പം ഇത്തരം നാടൻ പാട്ടുകളെല്ലാം തന്നെ ഒരു പെർഫോമൻസിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും സഹോദരൻ അയ്യപ്പൻ്റെ പാട്ടും ഒരു പെർഫോമൻസ് ആണ്. പക്ഷെ ആര് എപ്പോഴൊക്കെ എവിടെയൊക്കെ കളിച്ചു നമുക്കിപ്പോൾ മുൻകൂട്ടി ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എത്ര നമുക്ക് തെളിവുകൾ ഉണ്ടാവില്ല. എങ്കിലും 1930-കളിൽ ചെറായി ഭാഗത്തൊക്കെ അത് കളിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥലത്തിൽ. ഈ 2 പാട്ടുകളല്ലാതെ മാവേലി ചരിതം എന്ന് പറയുന്ന പാട്ട് അയ്യപ്പൻ എഴുതിയാന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അതിനൊക്കെ മുമ്പുള്ളതാണ്. അതിന്റെ പഴയ താളിയോല ഗ്രന്ഥങ്ങളിൽ ഗുണ്ടർട്ടന്റെ ശേഖരത്തിൽ പറയുന്നുണ്ട്. ചിറക്കൽ ഗോകുലകത്ത്, നമ്മുടെ കണ്ണൂരിലുള്ള ചിറക്കൽ ഗോകുലകത്ത് അതിൻ്റെ ഒരു താളിയോല ഗ്രന്ഥം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വെടിയൂർ ഒരു മനയെന്നൊരു താളിയോല ഗ്രന്ഥം കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഉള്ളൂരും ഉപയോഗിച്ചിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ നമ്മുടെ കേരള ചരിതം, കേരള മഹാചരിത്രം എഴുതിയിട്ടുള്ള ചില ചരിത്രകാരന്മാർ അവരൊക്കെ ഈ കൃതികൾ ഇതിൻ്റെയൊക്കെ താളിയോല ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ താളിയോല ഗ്രന്ഥങ്ങൾ ആ കാലത്ത് 4 5 നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ 2-3 താളിയോല ഗ്രന്ഥങ്ങൾ ഒരുമിച്ച് നമ്മുടെ തിരുവനന്തപുരത്തെ ഹസ്തലിഖിത ഗ്രന്ഥാലയത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇപ്പോൾ ഓണം എന്നുള്ളത് വളരെ ആചാരാനുഷ്ഠാനബദ്ധമായിട്ടുള്ള ഒരു ആഘോഷമല്ല, മറിച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന, മുതിർന്ന പുരുഷന്മാരുടെ നേതൃത്വം ഇല്ലാത്ത കുറെ കൂടെ സ്വതന്ത്രമായിട്ടുള്ള ആഘോഷമായിട്ടാണ് ഓണത്തിന്റെ ഒരു സങ്കല്പം നിലനിൽക്കുന്നത്. ഈ ആഘോഷത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നുള്ളത് മാഷിക്ക് തോന്നുന്നു? പഴയ ആഘോഷം ഈ പറഞ്ഞ പോലെ പ്രകൃതിയും കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കളികളാണ് അതിന്റെ പ്രധാനപ്പെട്ട സ്വഭാവം. ആഘോഷം എന്ന് പറഞ്ഞാൽ ഒക്കെ ഉടനീളം കളികളാണ്. അപ്പോൾ നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും, കുട്ടിക്കാലത്ത് നമ്മളുടെ ഓണം എന്ന് പറഞ്ഞാൽ 10 ദിവസത്തെ കളിയാണ്. സ്കൂൾ അവധിയാണുള്ള പ്രധാന കാര്യം. ഈ 10 ദിവസത്തെ കളിയാണ് ഓണം എന്ന് പറഞ്ഞാൽ നമുക്കത് ഭക്ഷണവും കളിയും. അപ്പൊ ഈ കളിയുടെയും ഭക്ഷണത്തിന്റെയും ലോകം വളരെ പ്രാചീനമായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് അതിനെ എത്രത്തോളം പഴക്കം പുറകിലേക്ക് കൊണ്ടുപോകാൻ അത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും. കാരണം വെച്ചാൽ കളികൾ എന്ന് പറയുന്ന സമൂഹത്തിനെ എപ്പോഴും അവരുടെ അതുവരെയുള്ള ലോകത്തിന്റെ ഒരു റിയാലിറ്റിയുടെ കുറെ പ്രശ്നങ്ങളെ കളി നമുക്കൊരു വേറൊരു ആൾട്ടർനേറ്റീവ് റിയാലിറ്റി ഉണ്ടാക്കി തരും. ഈ കളിയിലൂടെ നമുക്ക് കുറച്ചു കാലം മറ്റെല്ലാത്തരം ബന്ധങ്ങളിൽ നിന്ന്, കുറച്ച് സമയങ്ങളിൽ മറ്റെല്ലാ ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കളിക്കുക എന്നുള്ളത് അത് ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും കാർണിവലുകളുടെ ഭാഗമായിട്ട് കുറെ കളികളുണ്ട്. അപ്പൊ അത് ഓണത്തിന്റെ ഏറ്റവും പ്രാചീനമായിട്ടൊരു സ്വഭാവമായിരിക്കണം. അപ്പൊ കളികളിൽ പങ്കെടുക്കുന്നതിൽ മുതിർന്ന പുരുഷന്മാർക്ക് എപ്പോഴും ഈ അധികാര പ്രശ്നത്തിന്റെ കളികളുള്ളതുകൊണ്ട് എപ്പോഴും കളികളിൽ തുറന്ന് പങ്കെടുക്കുക സ്ത്രീകളും കുട്ടികളുമാണ്. പക്ഷെ പുരുഷന്മാരുടെ മാത്രം കളികൾ കുറേ ഉണ്ട്. ആട്ടക്കളൊക്കെ പോലെ പുരുഷന്മാർ മാത്രം കളിക്കുന്ന കളികളുണ്ട്. പിന്നെ കേരളത്തിൽ എല്ലാ കാലത്തും ജാതിയുടെ സ്വാധീനം ഉള്ളത് കൊണ്ട് എല്ലാ ജാതിക്കാരും ഇളകലർന്ന കളികളൊന്നുമില്ല. ഓരോ സമൂഹത്തിനും പ്രത്യേകം കളികളാണുള്ളത്. ഓണക്കാലത്ത് നമ്മളൊരു മൈതാനം എടുക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട് മൈതാനങ്ങളിൽ. ഇപ്പോൾ ഇഴവരാണ് കളിക്കുന്നതെങ്കിൽ മിക്കവാറും എല്ലാവരും ഇഴവരായിരിക്കും. ദളിത് സമൂഹങ്ങളുടെ സ്ഥലമാണെങ്കിൽ എല്ലാവരും ദളിത് സമൂഹങ്ങളായിരിക്കും. അതിൽ തന്നെ ഓരോരുത്തരും വേറെ വേറെ കളിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നായന്മാരുടെ കളിയിലാണെങ്കിൽ നായന്മാർ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ തിരുവാതിരക്കളിയൊക്കെ പോലുള്ളത് ഇങ്ങനെ ഒരു കളിയായിട്ട് വന്നിട്ടുള്ളതാണ്. അത് കളിയാണ് ശരിക്കും, ഇങ്ങനെ ഡാൻസ് ആയിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതൊക്കെ ഒരു സാധാരണ തിരുവാതിരക്കളിയൊക്കെ കളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഓണത്തിന്റെ ദിവസമൊക്കെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ആരംഭിച്ചിട്ട് ഏതാണ്ട് രാത്രി വരെ, വൈകുന്നേരം വരെ ഇതിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ 24 പേരോ 48 പേരോ ഒക്കെ വന്ന വലിയ വലയങ്ങൾ ഉണ്ടാക്കിയെടുക്കും. കുറച്ച് ആൾക്കാർ മാറും, വേറെ ആൾക്കാർ വരും, വീണ്ടും ആൾക്കാർ മാറും, വീണ്ടും ആൾക്കാർ വരും. അങ്ങനെ കളി നടന്നുകൊണ്ടേയിരിക്കും. അതുപോലെയുള്ള കുറേ നൃത്തങ്ങൾ വേറെ ഉണ്ടായിരുന്നു, വട്ടക്കളി എന്നുള്ള പേരിൽ. അത് ഇതിനൊക്കെ രസകരമാണ്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള കളികളുണ്ടായിരുന്നു. ഈ ജാതിപരമായുള്ള വ്യത്യാസം ഉണ്ടെങ്കിലും ജെൻഡറിന്റെ വ്യത്യാസം പഴയ കാലത്ത് ഇത്ര തന്നെ ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ പ്രത്യേകിച്ചും സവർണരല്ലാത്ത ആൾക്കാരുടെ ഇടയിലൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടകലരാനുള്ള അവസരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അവസരമാണ് ഓണക്കാലം. ആ കാലത്ത് പ്രേമങ്ങൾ ഉണ്ടാവും, പ്രേമങ്ങൾ ഇല്ലാതെയാവും, അങ്ങനെ കുറേ കാര്യങ്ങളല്ലേ വരുന്നു. കല്യാണ ആലോചനകൾ നടക്കും, കല്യാണങ്ങൾ നടക്കും, ഒക്കെ ചെയ്യുന്നൊരു കാലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കളികളുടെ ഒരു കാലമാണ് ഈ പഴയ ഓണത്തിന്റെ കാലം നമുക്ക് പറയാൻ പറ്റും. അതിപ്പോഴും നമ്മൾ നിലനിർത്തുന്നുണ്ട്. അതിൽ ചില കളികൾ കുറച്ചുകൂടി ഗൗരവ സ്വഭാവം. ഉദാഹരണത്തിന് ഓണപ്പട.
കണ്ടിയൂർ മറ്റം പടപ്പാട്ട് നമ്മൾ നാടൻ പാട്ട്, ഈ ഓണപ്പടയെ പറ്റി പറയുന്നൊരു പാട്ടാണ്. പിന്നെ ഓണത്തല്ല്, അതിലൊക്കെ മുതിർന്ന പുരുഷന്മാരാണ് പങ്കെടുക്കുന്നത്, മറ്റുള്ളവരൊക്കെ കാഴ്ചക്കാരാണ്. അങ്ങനെ കാഴ്ചക്കാർ കുറെ പേരെ നിർത്തിയിട്ടുള്ള മത്സര സ്വഭാവമുള്ള കളികളും ഉണ്ട്. കളികളിൽ തന്നെ ഇപ്പോ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു കളി എന്നുള്ളതിനപ്പുറത്തേക്ക് കടം വീട്ടുക അതാണ് ആ കാലത്തെ കളിയുടെ ഒരു വലിയ പ്രധാനം. അത് ഞങ്ങൾ കുട്ടിക്കാലത്ത് കളിച്ചിട്ടുണ്ട്. പന്ത് കളി കളിക്കുമ്പോൾ തന്നെ നാടൻ പന്ത് കളി എന്ന് പറയുന്നത് തുണി കൊണ്ടുണ്ടാക്കിയ പന്ത് കെട്ടി കളിക്കുന്ന ഒരു ടീം 2 ടീമായിട്ട് തിരിക്കും. 2 ടീം തിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് തുല്യരാക്കുന്നുള്ളതാണ്. ഒരേപോലത്തെ കളിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുല്യത ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് എണ്ണത്തിലും തുല്യത ഉണ്ടായിരിക്കും. എന്നിട്ട് കളിക്കുമ്പോൾ ഒരു ടീമിന് 5 ഗോൾ അടിക്കാൻ പറ്റും, അവർക്ക് 2 ഗോൾ അടിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ സമയം നീട്ടിക്കൊടുത്തിട്ട് ഇവർക്ക് ആ 5 ഗോളും മടക്കാൻ അവസരം. അപ്പോൾ കടമാണ്, മടക്കലാണ്. അപ്പോൾ ആരും ജയിക്കുന്നില്ല, ആരും തോൽക്കുന്നില്ല. ഒരു ദിവസം കൊണ്ട് കളി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ കളിയുടെ തുടർച്ചയുണ്ടാക്കും. ഇത് ഫുട്ബോൾ മറ്റേ പന്ത് കളി മാത്രമല്ല, നമ്മളിപ്പോൾ തലമപ്പന്ത് പറഞ്ഞൊരു കളി ഉണ്ടായിരുന്നു ആ കാലത്ത്. അതിപ്പോൾ അപൂർവമായിട്ട് കളിക്കാറുണ്ട്. അതൊക്കെ ഇങ്ങനെ തന്നെയാണ്, കടത്തിനാണ് കളിക്കുന്നത്. അപ്പൊ കടം ഉണ്ടാക്കുന്നു, കടം വീട്ടുന്നു. ഇനി കടം വീട്ടാൻ ഒരു ടീമിന് പറ്റില്ല എന്ന് വിചാരിക്കുക, ഇവർ സ്വയം തോറ്റു കൊടുത്തിട്ട് കടം വീട്ടാനുള്ള അവസരം ഉണ്ടാകും. അപ്പൊ അതിലൊരു എന്താ പറയാ, ഒരു ഉദാരമായിട്ടുള്ള സ്നേഹവും ഇതൊക്കെ ഉണ്ട്. മത്സരിച്ചിട്ട് ഒരു കൂട്ടരെ ജയിപ്പിച്ചിട്ട് അവരെ സന്തോഷിക്കുന്നു, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നു, അങ്ങനത്തെ രീതിയിലല്ല വരുന്നത്. അതുപോലെ തന്നെ ഓണത്തല്ലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഓണത്തല്ലിലൊന്നും ജയിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും ആൾക്കാർ വന്ന് പിടിച്ചു മാറ്റും. ഒരാളെ തല്ലി തകർത്ത് കളയാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും പിടിച്ചു മാറ്റിയിട്ട് അടുത്ത ആൾക്കാർ തല്ലിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പൂർണ്ണമായിട്ട് ജയിക്കാനും ഒരാൾ പൂർണ്ണമായി തോൽക്കും. നമ്മളിപ്പോൾ ബോക്സിങ്ങിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ അപമാനം ഉണ്ടാക്കിയെടുക്കാൻ ഒരു ശ്രമിക്കില്ല. ജയിക്കുന്നവർക്ക് ഭയങ്കര അഭിമാനത്തിന്റെ ആവശ്യമില്ല. കാരണം ഇതൊക്കെ മാറി മാറി വരുന്ന ഒരു ചിന്തയുണ്ട്. അത് സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. മലയാളത്തെ സമൂഹത്തിലെത്തിയപ്പോൾ ആ ദർശനങ്ങളൊക്കെ തന്നെ പോയി. ഇപ്പൊ ജയിക്കുന്നതിനാണ് കാര്യം. മത്സരവും ജയവുമാണ് പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നത്. ഈ ഓണത്തിന്റെ വിവിധ സങ്കല്പങ്ങളെക്കുറിച്ചും വ്യത്യസ്തരായ മാവേലിമാരെ കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. ഇനി നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഒരു ഓണം രൂപപ്പെട്ടത് എങ്ങനെയാന്നുള്ള ഒരു ആലോചനയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ പ്രധാനമായിട്ടും മാഷ് പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യം മലയാളിയുടെ പ്രവാസ ജീവിതം അല്ലെങ്കിൽ കുടിയേറ്റ ജീവിതമാണ് ഇന്ന് നിലനിൽക്കുന്ന രീതിയിൽ ഓണത്തെ രൂപപ്പെടുത്തിയത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മദ്രാസ് കാലം അല്ലേ? മദ്രാസ് കാലം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ആധുനിക സമൂഹത്തിൻ്റെ ഇപ്പോൾ കോളനിവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ കോളനി ഭരണം കടന്നു വന്നിട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം നഗരങ്ങളാണ്. ഇന്ത്യയിലെ സംബന്ധിച്ചിടത്താണെന്നുവെച്ചെങ്കിൽ കൽക്കത്ത ബ്രിട്ടീഷുകാരുടെ തലസ്ഥാനമായിരുന്നു, പിന്നെ ബോംബെ, പിന്നെ മദ്രാസ്. ഈ 3 നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ ഭരണം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. ഈ ഭരണകേന്ദ്രങ്ങളിലൊക്കെ ധാരാളം ആൾക്കാർ പഠിക്കാനായിട്ടും ഉദ്യോഗസ്ഥരായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലയാളികൾ ഇതുപോലെ തന്നെ കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുടിയേറുമ്പോഴാണ് ഇന്ത്യയിലെ ആ കാലത്തെ ഇന്ത്യയിലെ വലിയ ഇന്ത്യയാണ്, ഇന്ത്യക്കാൾ വളരെ വലിയ ഇന്ത്യയാണ്. ഇന്ത്യയിലെ പല പല സമൂഹങ്ങൾ വന്നു ചേരുമ്പോൾ ഓരോ സമൂഹത്തിലും ഇങ്ങനെ ഓരോ ആഘോഷങ്ങൾ ഇവരിങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ മലയാളികൾ ഒരുമിച്ച്, മലയാളികൾക്ക് അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ ആകെപ്പാടെ ഓരോ ആഘോഷം മാത്രം അപ്പോൾ ശരിക്കും നാട്ടിലുണ്ടായിരുന്നു, അത് ഓണമാണ്. പക്ഷേ ഈ ഓണം ആഘോഷിക്കുന്ന അവിടെ നാടുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ്. അതായത് നഗരത്തിലല്ല ഓണത്തിന്റെ ആഘോഷം. ഓണത്തിന് പൂക്കളിടുക, പൂ പറിക്കലും പൂക്കളിടണം, കളിക്കണം, അതൊക്കെ നാട്ടുപുറത്ത് മാത്രമേ നടക്കുള്ളൂ. നഗരത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ഓണാഘോഷം ഒരു സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെ, അത് ഒരു ദിവസത്തെ ഓണാഘോഷമാണ്. ഒരു ദിവസം കാലത്ത് എല്ലാവരും ക്ഷണിക്കും ഓണത്തിന്. എല്ലാവരും കാലത്ത് വന്നു ചേരും. കാലത്ത് പ്രഭാത ഭക്ഷണം ഉണ്ടായിരിക്കും. പിന്നെ കുറെ കളികളുണ്ട്. അപ്പോൾ കളികൾക്കൊക്കെ ഒന്നുകിൽ ചിലപ്പോൾ ഹോളായിരിക്കും, അല്ലെങ്കിൽ ഒരു മൈതാനമായിരിക്കും. അപ്പോൾ അവിടെ കളികൾ നടത്തും. പിന്നെ ഉച്ചയ്ക്ക് കേരളത്തിലേതുപോലുള്ള വിഭവങ്ങൾ കൊണ്ടുവരുന്ന സദ്യ. കാരണം വെച്ചാൽ നാളികേരം പോലുള്ള പല സാധനങ്ങളും പഴയ കാലത്ത് അവിടെ പലയിടത്തും കിട്ടിയത്. മദ്രാസിലൊക്കെ നാളികേരം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കേരളത്തിലെ വിഭവങ്ങളാണെങ്കിൽ അവിയലും ഓലനും ഒക്കെ നാളികേരം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ നാളികേരം ഒരു കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് ഇതെല്ലാം കൂടി ചേർത്ത് ട്രെയിനിലാണ് ഇതൊക്കെ കൊണ്ടുവന്ന് മലയാളികളുടെ ഒരു മലയാളി ക്ലബ്ബ് എന്നുള്ളത് പലയിടത്തും സെറ്റ് ചെയ്യുന്നതിന് ഓണാഘോഷിക്കാനാണ്. മദ്രാസ് മലയാളി ക്ലബ്ബാണ് ഏറ്റവും പഴയത് എന്ന് പറയാം. അതിന് മുമ്പ് നമ്മുടെ അറിവിൽ അതിന് മുമ്പ് മലയാളി ക്ലബ്ബുകൾ ഉണ്ടായതായിട്ട് അറിയില്ല. അത് 1880-കളിൽ ഉണ്ടാവുന്നുണ്ട്. 1880-കളിൽ തന്നെ അവർ ഓണാഘോഷം തുടങ്ങുന്നുണ്ട്. ഓണം ആഘോഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ ക്ലബ്ബ് എന്ന് പറയാവുന്ന മട്ടിൽ അത് മാറുന്നുണ്ട്. പക്ഷെ അവിടെ തൊട്ട് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അതിൽ കുറച്ചൊരു ഈ കൊളോണിയൽ അധികാരഘടനയ്ക്കകത്ത് എപ്പോഴും അധികാരമുള്ളവർ കുറേ ഉണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴും ക്ലബ്ബിൽ വരുമ്പോഴും ഒരു മേൽക്കോയ്മയുണ്ട്. നമ്മുടെ നാട്ടിലെ ഓണക്കാലം പോലെ അല്ലല്ലോ. അപ്പോൾ ആ മേൽക്കോയ്മ വരുമ്പോൾ ആരാണോ, ഏത് സമൂഹമാണോ അവിടെ മേൽക്കോയ്മയിലുള്ളത് അവരുടെ ഓണത്തിനെയാണ് ഇവിടെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതിനനുസരിച്ച് ഇവർ സെറ്റ് ചെയ്തു. ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് ഇവർ സെറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ഭക്ഷണം കഴിക്കുക, കളികൾ ഉണ്ടാവുക, വൈകുന്നേരം വരെ തുടർന്ന് പോകുന്ന കുറേ കളികളും, പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഒരു
ഈ മാദേവർ പൂജ എന്നുള്ള ചടങ്ങ് നടത്തും, പൂക്കളിടും. അവിടെ ലഭ്യമായിട്ട് പൂക്കൾ വെച്ചിട്ട് പൂക്കളിടും. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഒരു ദിവസത്തെ ഓണാഘോഷം നമ്മൾ സെറ്റ് അവർ ഉണ്ടാക്കിയെടുക്കും. ആ ഒരു മോഡല് പിന്നെ നമ്മൾ മലയാളികൾ പിന്നെ കുടിയേറി എല്ലാ സ്ഥലങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും റംഗൂൺ, അന്നത്തെ കാലത്ത് ബർമയിൽ റംഗൂൺ ഉണ്ട്. ബർമയിലുണ്ട്, വേറെ ഇൻസി എന്നുള്ള സ്ഥലത്ത് മലയാളികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും സെറ്റിൽമെന്റിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മലേഷ്യ, പിന്നെ സിലോണിലാണ് ഒരുപാട് പേരുണ്ടായിരുന്നു. 10-30,000 മലയാളികൾ സിലോണിലുണ്ടായിരുന്നു. മലേഷ്യയിൽ 30,000-ത്തോളം ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ അങ്ങനെ ഒരുമിച്ച്, കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഒരുമിച്ച് വരില്ല, പല സ്ഥലങ്ങളിലും പ്രത്യേകം ക്ലബ്ബുകളൊക്കെ ഉണ്ടാക്കിയെടുക്കും. പിന്നെ ഈ ക്ലബ്ബുകൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ ജാതി പ്രശ്നം കടന്നു വന്നു. ജാതി പ്രശ്നവും വരുന്നുണ്ട്, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രശ്നവും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കൊച്ചിക്കാരായ നായന്മാർക്ക് തിരുവിതാംകൂർ നായന്മാരെ സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷെ അവർ നേരെ മറിച്ച് സുറിയാനി ക്രിസ്ത്യാനികളെ സ്വീകരിക്കും. എന്നുവെച്ചാൽ ജാതിയോടൊപ്പം തന്നെ പ്രാദേശിക ഘടകങ്ങൾ കൂടി കടന്നു വന്നിട്ട് അതും കൂടി ചേർത്താണ് ഈ ക്ലബ്ബുകൾ വരുന്നത്. അപ്പോൾ ചില സ്ഥലത്ത് മലയാളി ക്ലബ്ബ്, ചിലപ്പോൾ അത് കേരള സമാജം വേറെ ഒരെണ്ണം ഉണ്ടാക്കിയെന്ന് വരും. അപ്പം അങ്ങനെ ഒന്നിലധികം സംഘടനകൾ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവും. ഇവർ ഒരുമിച്ച് വരില്ല. ഈ പൊതുവായിട്ടുള്ള ആഘോഷമോ അല്ലെങ്കിൽ പൊതു ഇടമോ ഇല്ലാത്ത മലയാളി മറുനാട്ടിൽ ചെന്ന് ഒരു ആഘോഷം അന്വേഷിക്കുകയും ഓണം കണ്ടെത്തുകയും ചെയ്യുന്നു. അതേസമയം ആ ആഘോഷം തന്നെ പിന്നീട് ജാതി സ്വത്വ നിർമ്മിതിയുടെ ഭാഗമായി മാറുകയും ചെയ്യുന്നു. വിചിത്രമായിട്ടുള്ള ഘട്ടമാണ്. എന്നുവെച്ചാൽ ഈ ജാതി ഇല്ലാത്ത, ശരിക്കും നഗരങ്ങളിൽ കുടിയേറിയ ആൾക്കാർക്ക് പഴയ ജാതി ഇല്ല. അപ്പൊ പഴയ ജാതി അല്ല കാണുന്നത്, പക്ഷെ ഇവർക്ക് ഇടയിലുള്ള വേർതിരിവുകൾ ഉണ്ടല്ലോ. ആ വേർതിരിവുകൾ ഇവർക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നില്ല. അതില്ലാതാക്കാൻ പറ്റുന്നത് പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം വരുമ്പോഴൊക്കെയാണ്. ഇല്ലാതാക്കണമെന്നില്ല എപ്പോഴും. അപ്പോൾ ഏതെങ്കിലും ചില ആൾക്കാർ കുറച്ച് പേര് ഡോമിനേറ്റ് ചെയ്യുമ്പോൾ പിന്നെ അവരുടെ അതിലേക്ക് മറ്റാൾക്കാർ കൂടിച്ചേരും. മദ്രാസിലാണെന്ന് വെച്ചെങ്കിൽ രൂക്ഷമായ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്, റംഗൂണിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇതിനെ എതിർക്കും. പിന്നെ ഈ കൂടിച്ചേരുന്ന ഒരു ക്ലബ്ബ് തന്നെ വീണ്ടും കൊച്ചിയും തിരുവിതാംകൂറും മലബാറുമായിട്ടും തിരിയും. ജാതിയോടൊപ്പം തന്നെ പ്രാദേശികതയും തിരിയും. ഈ ജാതികൾ ഈ ആധുനികതയ്ക്ക് മുമ്പുള്ള ജാതികളെല്ലാം തന്നെ പ്രാദേശികമാണ്. അപ്പൊ മലബാറിലെ നായരല്ല തിരുവിതാംകൂറിലെ നായർ, മലബാറിലെ തീയരല്ല തിരുവിതാംകൂറിലെ ഈഴവൻ. അപ്പൊ അവരുടെയൊക്കെ പദവികൾ വ്യത്യാസമുണ്ട്. ഈ പദവികളുടെ വ്യത്യാസം ഇവർ ഒരുമിച്ച് വരുന്ന സമയങ്ങളിലൊക്കെ പുറത്തേക്ക് വരും. പക്ഷെ അതേസമയം ഇവർക്ക് കൂടിച്ചേരാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. മലയാളികൾക്കെല്ലാം കൂടിച്ചേരാനുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വേർതിരിഞ്ഞ് നിൽക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്. കൂടിച്ചേരാനുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഇതൊന്നും പ്രശ്നമില്ല. കുട്ടികൾ ഇടകലർന്ന് കളിക്കും, സ്ത്രീകളും കുറേ പേര് ഇടകലർന്ന് കളിക്കും. സ്ത്രീകൾക്കൊക്കെ കുറച്ചുകൂടി നിയന്ത്രണം ഇവർ കൊണ്ടുവരുന്നുണ്ട്, എങ്കിലും ഇടകലർന്ന് കളിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഇവരുടെ ആഘോഷങ്ങളുടെ ഇടയിലാണ് മലയാളിയുടെ സാരി പോലുള്ള വസ്ത്രധാരണം കൂടി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഈ പൊതുവേദികളിൽ വരുമ്പോൾ ബംഗാളികളുടെ സാരിയൊക്കെ നമ്മൾ അനുകരിച്ച് കൊണ്ടുവരാണ് ചെയ്തത്. അതിനു മുമ്പ് മലയാളികൾക്ക് സാരി ഉണ്ടായിരുന്നില്ല, മുണ്ടാണ് ഉണ്ടായിരുന്നത്. ഓണക്കാലത്ത് അന്ന് സാരിയാണ് കുറേ പേര് ധരിച്ചിരുന്നത്. പിന്നീട് നമ്മളിപ്പോൾ കാണുന്ന മുണ്ട്, സെറ്റ് മുണ്ട് എന്ന് പറയുന്നത് അതും പുതിയ കണ്ടെത്തലാണ്. അതൊക്കെ ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ തിരുവാതിരക്കളി കളിക്കുമ്പോൾ ഒരേ വസ്ത്രം ധരിച്ച് കളിക്കുന്ന രീതി, തിരുവാതിരക്കളി അല്ലെങ്കിൽ ആ സമയത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഇത്തരം കളികളൊക്കെ ഒരു യൂണിഫോം രീതിയിൽ കൊണ്ടുവരുന്നത് ഈ മദ്രാസ് മലയാളികളാണ്. കാരണം അതിനു മുമ്പ് അങ്ങനെ ഇല്ല. അതിനു മുമ്പ് മിക്കവാറും എല്ലാവരും വെള്ളമുണ്ട് ധരിച്ചിട്ടുള്ളതുകൊണ്ട് ഒരേപോലെ, പക്ഷെ നിറം വ്യത്യാസം ഉണ്ടായിരിക്കും. ബ്ലൗസിന്റെ ഒക്കെ നിറം വ്യത്യാസം ഉണ്ടാവും. പിന്നെ ആദ്യകാലത്ത് ബ്ലൗസ് ഉപയോഗിച്ചിരുന്നില്ല. അത് ബ്ലൗസൊക്കെ മദ്രാസ് മലയാളികളുടെ രീതിയാണ്. കാരണം ബ്ലൗസും കൊണ്ടുവരുന്നത് പുറമേ നിന്നാണ്. ഇന്ന് കേരള വസ്ത്രം എന്നുള്ള നിലയ്ക്ക് തന്നെ പൊതുവെ സെറ്റ് ചെയ്തിട്ടുള്ളതും അവർ തന്നെയാണ്. പുരുഷന്മാരും മുണ്ടും ഷർട്ടും. ജുബ്ബ കാലത്ത് വന്നിട്ടില്ല ഒന്നും. ജുബ്ബ പിന്നീട് ഉത്തരേന്ത്യനായിട്ട് വരുന്ന ഒന്നാണ്. സ്ത്രീകൾ സാരിയും ബ്ലൗസും നല്ല സങ്കല്പം ഉണ്ടാക്കിയെടുത്തുള്ളത്. അത് ഓണക്കാലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യം കൂടി. അപ്പോഴാണ് കൂടിക്കലരുന്നത്. അതുവരെ അവർക്ക് ഒരുമിച്ച് വരുന്ന വേദികൾ വളരെ കുറവാണ്. പിന്നെ മദ്രാസ് മലയാളി ക്ലബിന്റെ മാതൃക യൂറോപ്പിലൊക്കെ കൊണ്ടുവരുന്നവര്. ലണ്ടനിലെ മലയാളി സമാജം ഉണ്ടാവുന്നുണ്ട്, അമേരിക്കയിൽ ഉണ്ടാവുന്നുണ്ട്. ആ കാലത്ത് മലയാളികൾ കുടിയേറിയിട്ട് ഒരു 10 കുടുംബം ഉണ്ടെങ്കിൽ ആ 10 കുടുംബം കൂടി ചേർന്നുകൊണ്ട് ഒരു ഓണാഘോഷം. ആ മാതൃക ഇപ്പോഴും ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് മറുനാടൻ മലയാളികളുടെ ഒരു കൺസ്ട്രക്ഷൻ, അത് നിർമ്മിതിയാണ് ആധുനികമായിട്ടുള്ള ഓണം എന്ന് പറയാം. ഈ ഓണമാണ് നമ്മളിപ്പോൾ ഇവിടെ ക്യാമ്പസുകളിലൊക്കെ ആഘോഷിക്കുന്നത്. നമ്മുടെ പ്രകൃതിയുമായിട്ടോ നമ്മുടെ കാലാവസ്ഥയുമായിട്ടോ ഒന്നും നേരിട്ട് ബന്ധമില്ല. പക്ഷെ അതിന്റെ ഓർമ്മകൾ വരുന്നു. പൂവ് പൊട്ടിക്കുമ്പോ, പൂ കൊണ്ടുവരുമ്പോ, കേരളത്തിലാണെങ്കിൽ ഇങ്ങനത്തെ പൂവല്ലല്ലോ, അങ്ങനെയാണ് നിഷേധ രൂപത്തിലോ അല്ലെങ്കിൽ അഭാവത്തിന്റെ രൂപത്തിലൊക്കെ ഓർമ്മകൾ വരും. കേരളത്തിലാണെങ്കിൽ എനിക്ക് വേറെ പൂവ് കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആ തരത്തിലുള്ള ഓർമ്മകൾ വരും. പിന്നെ ആ കാലത്തെ മാസികകൾ നോക്കുമ്പോൾ ഈ ഓർമ്മകളുടെ ഒരു ഉത്സവമായിട്ടാണ് ഓണം മാറുന്നത്. അത് നമുക്ക് പ്രവാസത്തിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോ ഈ മദ്രാസ് മലയാളികളുടെ ഈ ഓണ ആഘോഷത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനെ തുടർന്ന് ഒക്കെ രൂപപ്പെട്ടു വരുന്ന ഈ ഐക്യ കേരള പ്രസ്ഥാനവും ഒക്കെയാണ് ഓണത്തെ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു ദേശീയ ഉത്സവമായിട്ട്, മലയാളികളുടെ ഒരു ദേശീയ ഉത്സവം എന്നുള്ള രീതിയിൽ മാറ്റുന്നത്. ഇപ്പോൾ മലയാളികൾക്കിടയിൽ ഒരു പൊതു ഐക്യം രൂപപ്പെടുത്തുന്നതിനായിട്ട് ഒരു പൊതുവായിട്ടുള്ള ആഘോഷം കണ്ടെത്തുക, അതിനെ
പരമാവധി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ശ്രമങ്ങളൊക്കെ വ്യാപകമായിട്ട് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ ഒരു ശ്രമത്തെ മാഷ് എങ്ങനെയാണ് ഇന്ന് നോക്കിക്കാണുന്നത്? ഈ ഐക്യ കേരളം എന്ന് പറയുമ്പോൾ ആ കാലത്താണ് ഇന്ത്യയിലെ എല്ലായിടത്തും ഇങ്ങനെ ഭാഷാ ദേശീയത എന്നുള്ള സങ്കല്പം വരുന്നത്. ഭാഷാ ദേശീയത എന്ന് പറയുമ്പോൾ ആ കൺസെപ്റ്റ് യൂറോപ്യൻ സങ്കല്പം തന്നെയാണ്. പക്ഷേ യൂറോപ്പിൽ ഇപ്പോൾ ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് ഒരു സമൂഹമായിട്ട് മാറുന്നത്? ഇംഗ്ലീഷ് ഭാഷ കൊണ്ടാണ്. അങ്ങനെ ഇവിടെ ആദ്യം ഇത് കൊണ്ടുവരുന്നത് ബംഗാളികളും തമിഴരൊക്കെയാണ്. എനിക്ക് തോന്നുന്നു തമിഴരാണ് ആദ്യം കൊണ്ടുവരുന്ന സംശയമുണ്ട്. എന്തായാലും ബംഗാളികളും തമിഴരും ഒരുമിച്ച് സ്ഥലങ്ങളിൽ തമിഴരായിട്ടും ബംഗാളികളായിട്ടും വേർതിരിഞ്ഞ് നിൽക്കുന്ന അവരുടെ ഭാഷ വെച്ചുകൊണ്ടാണ്. ഈ ഭാഷ മാത്രമല്ല, അവർ പൊതു വസ്ത്രധാരണവും പൊതു ഉത്സവങ്ങളും കൊണ്ടുവരുന്നുണ്ട്. മലയാളി ഈ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള പഠിക്കുന്ന ആൾക്കാർ പറഞ്ഞ മലയാളി ഏറ്റവും ഒടുവിലാണ് ഈ ഒരു ഐഡന്റിറ്റിക്ക് വരുന്നതാണ്. പൊതുസമൂഹമാണെന്നുള്ള ഐഡന്റിറ്റി അവർ ഏറ്റവും ഒടുവിലേ കൊണ്ടുവരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ തമിഴ് ദേശീയത ഉണ്ടാക്കിയെടുത്ത്, ബംഗാളി ദേശീയത ഉണ്ടാക്കിയെടുത്തു, ഓരോരുത്തരും മറാത്തി ദേശീയത ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തപ്പോൾ മലയാളിക്ക് മാത്രമാണ് പൊതു സങ്കല്പങ്ങളൊന്നും ഇല്ലാതെ വരുന്നത്. അപ്പോൾ അവരിങ്ങനെ ഈ ഓണത്തിന്റെ അവസരത്തിൽ സംഘടിച്ചിട്ട് ഞങ്ങൾ മലയാളികൾ എന്നുള്ളത് മലയാളികൾക്ക് പൊതു സ്വഭാവമുണ്ട്. അത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലും ചടങ്ങുകളുടെ കാര്യത്തിലും ഉത്സവങ്ങളുടെ കാര്യത്തിലും ഒക്കെ ചില പൊതുഘടകങ്ങളുണ്ട് എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നു. അത് ഒരു മലയാളികളുടെ ഒരു പൊതുവില്ല ഭൂതകാലത്തിന് നിർമ്മിതിക്ക് അടിസ്ഥാനമായിട്ട് തീരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഐക്യ കേരള സങ്കല്പം നമുക്കറിയാം, മലയാളി മെമ്മോറിയലൊക്കെ ചെയ്ത പോലെ തന്നെ ഇതൊക്കെ മദ്രാസിൽ ഉണ്ടായിട്ടുള്ളതാണ്. പ്രവാസത്തിൽ നിന്നാണ് ഇതൊക്കെ രൂപം കൊള്ളുന്നത്. പ്രവാസമാണ് ഇത്തരത്തിലൊരു ക്രൈസിസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഐഡന്റിറ്റി സംബന്ധിച്ച്. മറ്റത് നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ ഈ പരസ്പരമുള്ള ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാർ തമ്മിൽ ഐക്യപ്പെടാനല്ല, പല കാരണങ്ങളാലും വേർതിരിഞ്ഞ് നിൽക്കാനാണ് ശ്രമിക്കുക. പക്ഷെ പുറത്ത് ചെല്ലുമ്പോഴാണ് ഐക്യത്തിന്റെ ആവശ്യം വരുന്നത്. മറ്റ് സമൂഹങ്ങളുടെ മുന്നിലാണ് ഐക്യത്തിന്റെ ആവശ്യം വരുന്നത്. എപ്പോഴും നമുക്ക് ഒരു സെൽഫ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അതർ കൂടി വെച്ചിട്ടാണ്. ഒരു അന്യ സമൂഹം ഇല്ലെങ്കിൽ നമുക്കൊരു സെൽഫായിട്ട് മാറാൻ പറ്റില്ല, നമ്മളൊരു സമൂഹമായിട്ട് മാറാൻ പറ്റില്ല. ഈ ഒരു പ്രശ്നങ്ങളുടെ ഇതിലൊക്കെ ഓണം ഇടകലർന്ന് വരുന്നുണ്ട്. അപ്പോൾ മലയാളികൾ ഒരു പൊതുസമൂഹമായിട്ട് മാറാനുള്ള ശ്രമങ്ങൾ 1890-കളിൽ തന്നെ പുറമേ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് അത് എത്തിയിട്ട് കേരളത്തിൽ അത് രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറുന്ന 1930-കളിലാണ്. പക്ഷെ അപ്പോഴൊക്കെ മലയാള ഭാഷ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ മലയാള ഭാഷയേക്കാൾ ഈ പ്രദേശമാണ് എടുക്കാൻ ശ്രമിച്ചത്. കേരളം എന്നുള്ള പ്രദേശം പരശുരാമ കഥയൊക്കെ വെച്ചുകൊണ്ട് ഗോകർണം തൊട്ട് കന്യാകുമാരി വരെയുണ്ട്. അവിടെ 3 ഭാഷയുണ്ട്. ഗോകർണം തൊട്ട് കാസർഗോഡ് വരെയുള്ള പ്രദേശത്ത് പ്രധാനമായിട്ട് തുളു ഭാഷയാണ്. കണ്ണൂർ തൊട്ടിട്ട് ഈ തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്ത് മലയാള ഭാഷയാണ്. തിരുവനന്തപുരത്ത് നിന്ന് തക്ക് തമിഴ് ഭാഷയുണ്ട്. അപ്പൊ ഈ 3 ഭാഷകളുള്ള സ്ഥലത്തിനെ ഭാഷാപരമായിട്ട് സങ്കല്പിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ കേരളം തന്നെ വേർതിരിഞ്ഞു കഴിഞ്ഞത് മലയാള ഭാഷ വെച്ചിട്ടുള്ള സ്ഥലം വെച്ചിട്ടാണ്. അപ്പൊ അന്ന് പറഞ്ഞിരുന്ന പേര് തന്നെ മലയാള നാട് തന്നെയാണ്. കേരളം എന്നുള്ള വാക്ക് പൊതുവായിട്ട് ഉപയോഗിക്കുകയും മലയാള ഭാഷ പറയുന്നത് മലയാള നാട് എന്ന് പറയുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഈ അന്നാണെങ്കിൽ ഈ രാഷ്ട്രീയമായിട്ട് ഇത് മലബാറും കൊച്ചിയും തിരുവിതാംകൂറുമായിട്ട് കിടക്കുകയാണ്. കൊച്ചിയും തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളും മലബാർ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ജില്ലയും. അപ്പൊ ഇവരെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം 1930-കളിലോട്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ 30-കൾ തൊട്ട് തന്നെ കേരളത്തിന്റെ പൊതു ഉത്സവമായിട്ട് ഓണം ആഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ് ആ കാലത്ത് ഇതിനെ പ്രബലമായിട്ടുള്ള ഒരുപാട് വാദഗതികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആഴ്ചപ്പതിപ്പിലുള്ള ലേഖനങ്ങൾ മറ്റേ കോട്ടക്കൽ ബി വി കൃഷ്ണവാര്യരെ പിന്നെ ആ കാലത്ത് എഴുതിയിരുന്ന എല്ലാവരും തന്നെ, കാരണം അതിനു മുമ്പുള്ള എഴുത്തുകാരിൽ എല്ലാവരും തന്നെ ഈ ഐക്യ കേരള പ്രസ്ഥാനം വന്നപ്പോൾ എല്ലാ മലയാള എഴുത്തുകാരും ഇതിന്റെ പക്ഷത്ത് വരുന്നത്. പ്രധാനപ്പെട്ട എല്ലാ എഴുത്തുകാരും ഇതിന്റെ പക്ഷത്ത് വരുന്നത്. ഇത് എതിർക്കുന്നവരായിട്ടൊന്നും ആരെയും കണ്ടിട്ടില്ല. അപൂർവമായിട്ട് തമാശയ്ക്ക് എതിർക്കുന്ന ആൾക്കാരുണ്ടാവും എന്നല്ലാണ്ട് ഐക്യ കേരളം വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാർ അപൂർവമാണ്. ആകെ 40-കളുടെ എവിടെയോ ആ കാലത്ത് കോൺഗ്രസ് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഐക്യ കേരളം ഇനി വേണ്ട. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്, പ്രതിഭാസമാണ്. പക്ഷെ പൊതുവിൽ എല്ലാവരും അംഗീകരിച്ചു. 56-ൽ കേരളം ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ ഒരു മൂർധന്യാവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അന്ന് ഓണത്തിന്റെ ചരിത്രം അന്വേഷിക്കുന്നു. അന്നത്തെ ലക്കങ്ങൾ, ഓണക്കാലത്തെ ലക്കങ്ങൾ മുഴുവൻ ഓണത്തിനെ പറ്റിയുള്ള ചർച്ചകളാണ്. ഓണത്തിന്റെ ചരിത്രം അന്വേഷിക്കല്, ആ കാലം പഴയ കൃതികളിൽ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് പഴയ കുറേ ആഖ്യാനങ്ങൾ, ഈ മലമയുടെ കഥയൊക്കെ അന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന പല ഓണത്തെ സംബന്ധിച്ച വ്യത്യസ്തമായുള്ള ആഖ്യാനങ്ങളും ഒക്കെ ആ കാലത്ത് കൊണ്ടുവന്നില്ല. ഓണപ്പൊട്ടനെ പോലുള്ള ആഘോഷങ്ങളൊക്കെ ആ കാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പിന്നീട് മാർജിനലൈസ് ചെയ്യപ്പെട്ടു എന്ന് മാത്രം. ഇപ്പൊ അത് വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. അത് മലബാറിന്റെ പ്രത്യേകത ആയതുകൊണ്ടും ദളിതരുടെ ആഘോഷം ആയതുകൊണ്ടൊക്കെ അതിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ദേശീയത വരുമ്പോൾ എല്ലാ സ്ഥലത്തും പാർത്ഥ ചാറ്റർജി പറഞ്ഞ പോലെ ഒരു നാഷണൽ എലൈറ്റ് രൂപം കൊള്ളും. ഒരു ദേശീയ ഉന്നതവർഗം എന്നുള്ള ഒരു സമൂഹം ഉണ്ടാവും. ആ ഉന്നതവർഗത്തിന്റെ ആഘോഷങ്ങളാണ് എപ്പോഴും ദേശീയാഘോഷമായിട്ട് മാറുക. അതിൻ്റെ ഇടയിൽ മറ്റാരുടെങ്കിലും ചെറിയ ചെറിയ ആഘോഷങ്ങളോ ചെറിയ വ്യതിയാനങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി നിർത്തും. ഈ വ്യതിയാനങ്ങളെ മാറ്റി നിർത്താനുള്ള ശ്രമം ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മിക്കവാറും ആ കാലത്തെ അവർ ആഖ്യാനം ചെയ്തെടുത്ത ഓണം എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ ഓണമാണ്.
തിരുവനന്തപുരം എന്തുകൊണ്ട് സൈഡിലേക്ക് പോകുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം തിരുവനന്തപുരം അന്ന് കേരളത്തിന്റെ തലസ്ഥാനമായിട്ട് സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കേരളം എന്ന് പറയുന്നത് അവർ ഈ മധ്യ കേരളത്തിലേക്കാണ് കേന്ദ്രീകരിച്ചിരുന്നത്. ഇപ്പം ഭാഷയുടെ കാര്യത്തിലായാലും ശരി, തിരുവനന്തപുരം ഭാഷയെക്കാളും മധ്യ കേരളത്തിലെയും എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് പ്രദേശങ്ങളിലെ ഭാഷയ്ക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. എന്നാൽ ഇന്ന് അതേസമയം മലയാളികളുടെ മാത്രം മാതൃഭൂമിയല്ല കേരളം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കുറെ കൂടെ ഒരു ഉൾച്ചേർക്കൽ മനോഭാവത്തിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേസമയം ഇപ്പോൾ ഐക്യ കേരളം പോലെയുള്ള ഒരു പ്രസ്ഥാനം രൂപപ്പെടുകയും അത് ഒരു ഐക്യ കേരളത്തിന് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഓണം എന്നുള്ള സങ്കല്പത്തെ ഉപയോഗിച്ചിട്ട് അവർ വിഭാവനം ചെയ്യുന്ന കേരളത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ ആ സങ്കല്പങ്ങൾക്ക് ചേർന്ന ഒരു കേരളം രൂപപ്പെട്ടിട്ടുണ്ടോ മാഷ്ക്ക് തോന്നുന്നുണ്ട്? ബുദ്ധിമുട്ടാണ്. കാരണം ആ കാലത്തെ സങ്കല്പങ്ങളിൽ ഏറ്റവും വളരെ ഒഴിച്ചു നിർത്തിയിട്ടുള്ളത് ദളിത് വിഭാഗങ്ങളെയാണ്. ദളിത് വിഭാഗങ്ങളെ പറ്റിയിട്ട് അവർക്ക് ഈ ഇത്തരം പത്രങ്ങളിലോ മാസികകളിലോ എഴുതാനുള്ള എഴുത്തുകാരുടെ ലോകത്തേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് അവരെ പ്രാതിനിധീകരിച്ചുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. അപൂർവമായിട്ട് അയ്യങ്കളി അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെയൊക്കെ ശബ്ദം ഈ പൊതു ആഖ്യാനങ്ങളുടെ വളരെ ചെറിയ ശബ്ദമായിരുന്നു. പിന്നെ ഓരോരുത്തരും സ്വന്തം ജാതിയാണല്ലോ സംഘടിപ്പിച്ചത്. പിന്നെ അടുത്ത് ജാതിയും ഉണ്ടല്ലോ. ഈ ജാതി സംഘടിപ്പിക്കുമ്പോൾ എല്ലാ ജാതികളുടെയും പൊതുവായിട്ടുള്ള കേരളം വേണം എന്നുള്ള ആവശ്യങ്ങൾ പല ഭാഗത്തും ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആ ഉന്നയിക്കുന്നവരെല്ലാം സവർണരാണ്. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന എല്ലാ ജാതി എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ ജാതി വിഭാഗങ്ങളെയും അവരുടെ എല്ലാ വകഭേദങ്ങളും ഉൾക്കൊള്ളിക്കുന്ന ഒന്ന് എന്നുള്ളതാണ്. ഒരു കാലത്ത് ഗുണ്ടാട്ടിന്റെ കാലത്ത് മലയാളി എന്നുള്ള വാക്ക് തന്നെ നായർ എന്നുള്ള പര്യായം ഉപയോഗിച്ചിരുന്നു തെക്കൻ കേരളത്തിൽ. അപ്പോൾ ആ തരത്തിൽ സമൂഹത്തിന്റെ പ്രബലമായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഐക്യം ആണ് അവർ ദേശീയതയുടെ സങ്കല്പിക്കുന്നത്. ആ ദേശീയത യൂറോപ്യൻ ദേശീയതയിൽ ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. യൂറോപ്യൻ ദേശീയതയും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ദേശീയതയിൽ എപ്പോഴും ഒരു ഉയർന്ന വർഗം ഉണ്ടായിരിക്കും. മറ്റാൾക്കാരെ അല്പം മാർജിനലൈസ് ചെയ്യുക, അല്പം അരികുകളിലേക്ക് തള്ളി മാറ്റും. കേരളത്തിൽ ശരിക്കും അങ്ങനെ അരികുകളിലേക്ക് തള്ളി മാറ്റാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിട്ടുള്ളത് ദളിതരെയാണ്. പിന്നെ മാപ്പിള മുസ്ലിങ്ങളെ മാറ്റിയിട്ടുണ്ട്. അതേസമയം പണമുള്ള ഇപ്പോൾ കോയ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടായതുകൊണ്ട് അവരുടെ പണം ഈ ദേശീയതയ്ക്ക് ആവശ്യമായതുകൊണ്ട് എടുത്തിട്ടുണ്ട്. സിറിയൻ ക്രിസ്ത്യൻസ് എല്ലായ്പ്പോഴും ദേശീയതയുടെ മുന്നിലുണ്ട്. കാരണം വെച്ചാൽ അവർ താരതമ്യേന കച്ചവട സമൂഹമാണ്, താരതമ്യേന സമ്പന്നരാണ്. അതേസമയം ലത്തീൻ ക്രിസ്ത്യരെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിയെടുത്താൽ കുറച്ച് പേരെ ഒരു അരിപ്പ കൊണ്ട് അരിക്കുന്ന പോലെ ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് ഇവര് കേരളീയതയ്ക്ക് പറ്റിയ ആൾക്കാരിൽ ഇവരെ മാറ്റാം, അങ്ങനെ മാറ്റിയെടുക്കും. പലതിനും പല കാരണങ്ങൾ പറയും. അവരുടെ ഭാഷയ്ക്ക് മലയാളത്തിനൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ പല പല കാരണങ്ങൾ പറയും. പിന്നെ ആദിവാസികൾ ഒട്ടാകെ ഇതൊന്ന് മാറ്റി നിർത്തപ്പെട്ടുള്ള സമൂഹമാണ്. ആദിവാസികളെ അക്കോമഡേറ്റ് ചെയ്യാൻ ആ കാലത്ത് ശ്രമങ്ങളേ നടന്നിട്ടില്ല. അതൊക്കെ ഈ 80-കൾ 90-കളിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. ആ കാലത്ത് അങ്ങനെ ഒരു ആദിവാസിയെ പറ്റിയുള്ള ചർച്ചകൾ തന്നെ അപൂർവമാണ്. അതേസമയം ബ്രാഹ്മണ സ്ത്രീകളുടെയൊക്കെ ഇപ്പോൾ തൃക്കാക്കരയപ്പൻ ഇക്കുറിയെങ്കിലും തൃക്കൺ തുറന്ന് ഞങ്ങളുടെ ദുരിതം കാണുമോ എന്നൊക്കെ ചോദിക്കുന്ന വരികളൊക്കെ ഉണ്ടാവും. സ്ത്രീകൾ അതാണ് യഥാർത്ഥത്തിൽ ഓണം ആദ്യകാലത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉത്സവമായിരുന്നെങ്കിലും ഈ ദേശീയാഘോഷമായിട്ട് മാറിയപ്പോൾ സ്ത്രീകളും കുട്ടികളും 2ാം സ്ഥാനത്തേക്കോ 3ാം സ്ഥാനത്തേക്കോ ഏറ്റവും താഴത്തേക്കോ പോയി. കുട്ടികളുടെ നറേറ്റീവ്സ്, കുട്ടികളുടെ ആഖ്യാനങ്ങളൊന്നും പിന്നെ വരുന്നില്ല. സ്ത്രീകളുടെ ആഖ്യാനങ്ങളൊന്നും വരുന്നില്ല. നമ്പൂതിരിമാരിലാണ് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വലിയ അകലമുണ്ട്. ആഘോഷങ്ങളുടെ കാര്യത്തിൽ, ചടങ്ങുകളുടെ എല്ലാവരിലും വലിയ വ്യത്യാസമുണ്ട് നമ്പൂതിരിമാർക്കിടയിൽ. അപ്പോൾ അതിൽ നമ്പൂതിരിമാരായിട്ടുള്ള പുരുഷന്മാർക്കാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് ഓണത്തിനെ സംബന്ധിച്ച് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല. അവരെപ്പോഴും പരശുരാമ കഥയിലാണ്. ഓണത്തിന്റെ മിത്തിന് അവർക്ക് പരശുരാമ കഥയായിട്ട് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ സ്ത്രീകൾ വേറെയാണ്. സ്ത്രീകൾക്ക് മഹാബലി പൂജ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെയാണെങ്കിലും നമ്പൂതിരിമാരുടെ സങ്കല്പത്തിൽ അവർ നേതൃത്വത്തിൽ കുറേ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരുടെ രീതിക്കനുസരിച്ച് നമ്പൂതിരിമാരുടെ സങ്കല്പവും നായന്മാരുടെ പോലെ ആൾക്കാരുടെ സങ്കല്പം കൂടി കലർന്നു വന്നിട്ടുള്ള ഒരെണ്ണമായിട്ടാണ് ഇവരുണ്ടാക്കിയെടുത്തത്. കുറച്ച് അതൊന്നൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ഈ സമൂഹങ്ങളൊന്നും, ഈ സവർണ സമൂഹങ്ങൾക്ക് എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആ കാലത്ത് ചെറിയ സമൂഹങ്ങളായിട്ടുള്ള അമ്പലവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പ്രത്യേക സംസ്കാരങ്ങളുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം ദളിതരെയും മാപ്പിള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഒക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ചില ചെറിയ വിഭാഗങ്ങളെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട് കാണാൻ പറ്റും. ഈ ഐക്യ കേരള പ്രസ്ഥാനം ഒരു പൊതു കേരളത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ഭൂതകാല നിർമ്മിതി കൂടിയാണല്ലോ ഇന്നത്തെ ഈ ആധുനിക ഓണം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഓണത്തിന്റെ പ്രധാന സങ്കല്പങ്ങളിൽ വരുന്ന ഈ സമത്വ സുന്ദരമായിട്ടുള്ള ഭൂതകാലം കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭൂതകാലമാണോ? ഭൂതകാലം നമ്മളെല്ലാം നിർമ്മിച്ചെടുക്കുന്നതാണ്. പഴയ സമത്വസുന്ദരമായിട്ടുള്ളൊരു കാലം എന്നുള്ളത് നമുക്ക് പഴയ കാലത്ത് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും വാദിക്കാൻ പറ്റില്ല. അങ്ങനെ ആകപ്പാടെ കുറച്ച് സമത്വത്തോടെ ജീവിച്ചുള്ള കുറച്ച് ആദിവാസികൾ മാത്രമായിരുന്നു അവർക്കുള്ളിൽ. ഇപ്പോൾ നമ്മൾ കാടരയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സമൂഹങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ മലയരൊക്കെ എടുക്കുന്നത് അവരുടെ ഉള്ളിൽ അവർക്ക് താരതമ്യേന സമത്വം ഉണ്ടായിരുന്നു. അല്ലാതെ പൊതുസമൂഹത്തിന് അങ്ങനെ, കേരളത്തിലെ പൊതുസമൂഹത്തിന് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം
ഒന്ന് ശക്തമായ ജാതി വ്യവസ്ഥയുടെ സ്വാധീനം ഉണ്ടായിരുന്നു, പിന്നെ സാമ്പത്തിക വ്യത്യാസം ശക്തമായിട്ടുണ്ടായിരുന്നു, പ്രാദേശിക വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഈ വ്യത്യാസങ്ങളെല്ലാം മറികടന്നുകൊണ്ട് എല്ലാവരും തുല്യരാണെന്ന് വിശ്വസിക്കാൻ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റൂ. ഉയർന്ന നമ്പൂതിരിയോ നായരോ എന്തിനങ്ങനെ വിശ്വസിക്കണം? കാരണം അവർക്ക് തുല്യരാണ് മറ്റുള്ളവരെന്ന് ഒരിക്കലും അവർ വാദിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർന്നവരും മറ്റുള്ളവരെല്ലാവരും താഴ്ന്നവരുമാണ്. താഴെത്തട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഉയർന്ന ആൾക്കാരെയും കൂടി ഞങ്ങൾ തുല്യരായിട്ട് പരിഗണിക്കാൻ ഞങ്ങൾക്ക് പറ്റും എന്ന് വാദിക്കാൻ കഴിയുന്നു. അപ്പോൾ മാവേലിയുടെ ഈ തുല്യത എന്നുള്ള സങ്കല്പം യഥാർത്ഥത്തിൽ പഴയ കാലത്തെ ഏതെങ്കിലും ഒരു ഇതിന്റെ തുടർച്ചയല്ല. പിന്നെ ആകപ്പാടെ ഉണ്ടാകുന്നത് ഓണക്കാലത്തെ കളികൾക്കിടയിലുള്ള ഒരു തുല്യതയുണ്ട്. ഒരു കാർണിവൽ, ഒരു ഉത്സവം നടക്കുമ്പോൾ അവിടെ കുറച്ച് തുല്യതയുണ്ട്. ആ തുല്യത വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അത് പക്ഷേ സമത്വം എന്ന സങ്കല്പമൊന്നും അല്ല. അത് താൽക്കാലികമായിട്ട് ഒരു കളിക്കളത്തിലുള്ള തുല്യത മാത്രമാണ്. അത് ഈ 10 ദിവസത്തെ ഓണക്കാലം കഴിഞ്ഞല്ലാതെ വീണ്ടും നമ്മൾ പഴയ കൃഷിപ്പണിയിലേക്കും വീണ്ടും അടിമ വേലയിലേക്കും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കുറച്ചു കാലം ഈ അടിമത്തത്തിനും വേലയ്ക്കും കുറച്ച് ഒരു ഒഴിവുണ്ട് എന്നുള്ളത് മാത്രമാണ് ദളിതരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യമായിട്ടുള്ളത്. പിന്നെ അവർക്ക് അവരുടെ സ്വപ്നം ഈ തുല്യതയുടെ കാലമാണ്. എങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മാവേലി ചരിത ഓണപ്പാട്ടിൽ ഈ വരി ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത് കേരളത്തിൽ ഒരു ഇടതുപക്ഷ ചിന്തയുടെ ഭാഗമായിട്ടാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു വ്യാഖ്യാനം അതിനുള്ളതായിട്ട് പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, പുരാണങ്ങളിലെ മഹാബലിയും തുല്യതയുള്ള സമൂഹത്തിലല്ല സ്വപ്നം കിട്ടുന്നത്. മഹാബലി എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തിരുന്നത് മാത്രമാണ് പറയുന്നത്. സമൂഹം തുല്യമാണെന്ന് ആ കാലത്ത് ആരും വാദിച്ചിട്ടില്ല. ഈ സോഷ്യലിസം പോലെയുള്ള സങ്കല്പനങ്ങളുടെ ഒരു ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം എന്നുള്ള നിലക്കൊക്കെ അത് പ്രചരിപ്പിക്കപ്പെടുകയൊക്കെ അങ്ങനെ അത് സോഷ്യലിസം സങ്കല്പം വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു പഴയൊരു ഭൂതകാലമാണ്. നമുക്ക് നമ്മുടെ നാട്ടിലും ഇങ്ങനെ സമത്വ സുന്ദരമായൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്ന് വാദിക്കുമ്പോൾ അത് വരാൻ പോകുന്നൊരു വ്യവസ്ഥയ്ക്ക് കുറച്ചും കൂടി ഒരു ന്യായീകരണം ഉണ്ടാക്കിയെടുക്കും. അത് നമ്മൾ പ്രാകൃത കമ്മ്യൂണിസം എന്ന് മാർക്സിസത്തിൽ പണ്ട് പറഞ്ഞിരുന്ന പോലെ കമ്മ്യൂണിസം പണ്ടുണ്ടായിരുന്നു. അത് പക്ഷേ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്തൊരു അവസ്ഥയല്ല. അതുപോലുള്ള ഒരു മാവേലിക്കാലം നമുക്കുണ്ടായിരുന്നു. നമുക്ക് ഇനി ആ മാവേലിക്കാലത്തേക്ക് പോകണം എന്നതാണ് ഓണക്കാലത്തിന്റെ സ്വപ്നം. ആ സ്വപ്നം എല്ലാ കാലത്തും ഉണ്ട്. അതേസമയം തന്നെ ഈ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വക്താവായിട്ടും മാവേലി അവതരിപ്പിക്കുന്ന കഥകളൊക്കെ പിന്നീട് നാടകങ്ങളൊക്കെ ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു നാടകം വരുന്നുണ്ട്. അതേപോലെ ചണ്ടാളനായിട്ടൊക്കെ വരുന്ന മാവേലി സങ്കല്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അത് ജാതിയെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇന്ന് ഇപ്പോ പൂണൂലിട്ട കുടവയറുള്ള ഒരു നമ്മൾ സോക്കോൾഡ് ബ്രാഹ്മണിക്കൽ മാവേലിക്ക് അപ്പുറത്തേക്ക് വളരെ കീഴാളനായിട്ടുള്ള ഉറച്ച ശരീരപ്രകൃതമുള്ള ഒരു മാവേലിയെ ശക്തമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് കേരളത്തിന്റെ ഒരു പൊതു സമൂഹത്തിൽ. ഈ ഒരു വ്യത്യാസത്തെ, ഒരു വ്യതിയാനത്തെ മാഷ് എങ്ങനെ സമീപിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നമ്മുടെ ചിത്രകാരന്മാരോ അല്ലെങ്കിൽ ഈ രൂപം ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാർ, ഇപ്പോൾ പരസ്യം പ്ലാൻ ചെയ്യുന്നവരല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാർ മഹാബലിക്കോ അല്ലെങ്കിൽ മാവേലിക്കോ വ്യത്യസ്തമായിട്ട് ചിത്രം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൽ ദളിത് ചിത്രകാരന്മാരുടെ സംഭാവനയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷെ ഏറ്റവും പോപ്പുലറായിട്ട് വന്നത് നമ്പൂതിരി വരച്ചെടുത്ത മഹാബലിയായിരുന്നു. അത് ഒരു ക്ലാസിക്കൽ മഹാബലിയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ, ഭൂരിപക്ഷം പേരുടെയും മനസ്സിൽ പരസ്യങ്ങളുടെ കൊടവയറുള്ള, ഇപ്പൊ അടുത്ത കാലത്താണെന്ന് വെച്ചെങ്കിൽ വലിയ ഒരു ഉണ്ടക്കണ്ണും കൊമ്പം മീശയൊക്കെ ആയിട്ടുള്ള ഒരു തരം മാവേലിയാണ് ഇപ്പൊ ഈ കൊല്ലത്തേക്ക് പരസ്യങ്ങളിൽ കാണുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐക്കണാക്കി മാറ്റുന്നത്, പരസ്യങ്ങൾക്ക് വേണ്ടി ഒരു ഐക്കണാക്കി മാറ്റുന്ന മാവേലി. ഈ മാവേലി സങ്കല്പത്തിന് മറ്റേ സാന്റാക്ലോസ് ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. ക്രിസ്മസിൽ നമ്മൾ അങ്ങനെ സാന്റാക്ലോസിനെ ഉണ്ടാക്കി. അതും പഴയകാല സങ്കല്പമൊന്നും ആയിരുന്നില്ല. അത് അങ്ങനെയൊക്കെയോ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് യൂറോപ്പിലൊക്കെ പ്രചരിച്ച് വന്നിട്ടുള്ള ഒന്നാണ്. ഇവിടെ അതിനൊരു പ്രത്യേക ഐക്കണാക്കി മാറ്റി. അതേപോലെ നമ്മൾ മാവേലിയും ഒരു വേഷം കെട്ടുന്ന ഒരു ഐക്കണാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അത് ഈ ആധുനികതയുടെ എല്ലാ ഉത്സവങ്ങൾക്കും ഏതെങ്കിലും ചിഹ്നങ്ങൾ വേണം. അതിനൊരു ചിഹ്നം എന്നുള്ള എനിക്ക് ഉണ്ടാക്കിയെടുത്തത് മാത്രമേ ഉള്ളൂ. ആ ചിഹ്നത്തിനകത്തുള്ള ഓരോ ഘടകത്തിനും എന്തെങ്കിലും തരത്തിലുള്ള പ്രാതിനിധ്യങ്ങളുണ്ട്. ഇപ്പം പൂണൂല് വരുമ്പോൾ ആ മഹാബലിക്ക് പഴയ മഹാബലിക്കോ മാവേലിക്കോ പൂണൂലുണ്ടോ നമ്മൾ ചിന്തിക്കാറ് പോലും ഇല്ല. കാരണം പൂണൂൽ എന്നുള്ള സങ്കല്പത്തിനെ അങ്ങനെ നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നില്ല ആ പഴയ കാലത്ത്. ഈ 1950കളിൽ നമ്മൾ മഹാബലി വരയ്ക്കുമ്പോൾ പോലും പൂണൂലില്ല. അതിന് ശേഷമാണ് പൂണൂല് വരുന്നത്. അപ്പോൾ അന്നും ഈ രാജാവിന് പൂണൂല് വേണമെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നില്ല. പിന്നെ മാവേലി നാടുവാഴിയായി, രാജാവായി, ബ്രാഹ്മണ സങ്കല്പത്തിലേക്ക് വന്നു. പിന്നെ വാമനനും മാവേലിയും തിരിച്ചറിയാൻ പറ്റാത്ത പരസ്പര ബന്ധമുള്ള ആൾക്കാരായിട്ട് മാറി, പരസ്പര സാദൃശ്യമുള്ള ആൾക്കാരായിട്ട് മാറുന്നുണ്ട്. വാമനനും കുടവയറുണ്ട്, മാവേലിക്കും കുടവയറുണ്ട്. വാമനന് പൂണൂലുണ്ട്, മാവേലിക്കും പൂണൂലുണ്ട്. വാമനന് കിരീടമില്ല, മാവേലിക്ക് കിരീടമുണ്ട്. പിന്നെ ഒരു മീശ വാമനന് വെക്കാറില്ല, മാവേലിക്ക് മീശ വെക്കുന്നു. പക്ഷെ ഓലക്കൊടയൊക്കെ രണ്ട് കൂട്ടർക്കുണ്ട്. അങ്ങനെ ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറി. ബ്രാഹ്മണ്യം അങ്ങോട്ട് കൊണ്ടുവരുന്നു. നമുക്ക് നമ്മുടെ പഴയ ചിന്തയിൽ എപ്പോഴും ഈ ബ്രാഹ്മണ്യത്തിന്റെ കുറച്ച് അംശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഭൂതകാലത്തിൽ മുഴുവൻ ബ്രാഹ്മണ്യം ഉണ്ടായിരുന്നു വാദിക്കുന്ന മട്ടിൽ. സത്യത്തിൽ കേരളത്തിലെ ജനസംഖ്യയിൽ ഒരു ചെറിയ ശതമാനമാണ് ബ്രാഹ്മണരുണ്ടായിരുന്നുള്ളൂ. 1% ഉണ്ടാവുള്ളൂ. 1%, 1-2%. അതിനപ്പുറത്തേക്ക് ബ്രാഹ്മണരുടെ സമൂഹത്തിന് അത്ര വലിയ പ്രാതിനിധ്യം ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല.
അവരെ സംബന്ധിച്ചോളം അവരുടെ സമൂഹത്തിനകത്താണെങ്കിൽ ബ്രാഹ്മണർക്കിടയിലാണ് വെച്ചെങ്കിൽ ഇങ്ങനൊരു കഥയെ മഹാബലി മിത്ത് പോലും ഉണ്ടായിരുന്നില്ല. അതെ അതെ. അവര് ഓണം ആഘോഷിച്ചിരുന്ന സദ്യയായിട്ട് മാത്രമാണ്. ഈ ഐക്യത്തിന്റെ ഒരു ഭൂതകാല നിർമ്മിതി പോലെ തന്നെ ബ്രാഹ്മണ്യത്തിന്റെ ഒരു ഭൂതകാല നിർമ്മിതിയായിട്ടും ഓണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ബ്രാഹ്മണ്യം എന്ന് പറയാനും പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ വരയ്ക്കണ ഐക്കണുകളിലൊക്കെ പൂണൂലുണ്ടെന്നുള്ളൂ, ഒരു ഘടകം ഉണ്ടെന്നുള്ളൂ. ബാക്കി കുറെ ഘടകങ്ങൾ വേറെ കുറെ സിനിമയിലെ വില്ലന്മാരെ എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേ കാർട്ടൂൺ കഥാപാത്രങ്ങൾ എടുത്തിട്ടൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. മുഴുവനായിട്ടും ബ്രാഹ്മണ്യത്തിന്റെ സിമ്പൽ അല്ല, പക്ഷെ കുറെ ഘടകങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഇത് കൂടി ചേർത്തിട്ടുണ്ട്. അതേ സമയം തന്നെ എല്ലായ്പ്പോഴും ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരാറുള്ള ഒരു സംവാദം, ഇത് മഹാബലിയെയാണോ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്, അതോ മഹാവിഷ്ണുവിനെയാണോ വാമനനെയാണോ എന്നുള്ള. അത് ഈ ദ്രവീഡിയൻ സംസ്കാരത്തിന് മേലുള്ള ആര്യൻ സംസ്കാരത്തിന്റെ വിജയമാണ് ഓണം എന്നൊക്കെ തരത്തിലുള്ള വാദങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലെന്താ വെച്ചാൽ ഈ കഥ മഹാബലിയുടെയും വാമനന്റെയും കഥ ഇന്ത്യ മുഴുവനുള്ളതാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ പഴയ ഇന്ത്യ, നേപ്പാളിലൊക്കെ ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, ബംഗ്ലാദേശ് ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കഥ ഓരോ സ്ഥലത്തും ഓരോ സ്വഭാവത്തോടെയാണ് പറയുന്നത്. ചില സ്ഥലത്ത് ദീപാവലിയുടെ മിത്താണത്. പിന്നെ നമ്മുടെ തുളുനാട്ടില് ബലിരാജ എന്നുള്ള വലിയൊരു മിത്തുണ്ട്. നമ്മുടെ ജ്യോതിബ ഫൂലെ മഹാരാഷ്ട്രയിൽ ഈ ബലിരാജ സങ്കല്പം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം സങ്കല്പിക്കുന്നത് ഈ ബലിരാജയാണ് ശരിക്ക് ആ കാലത്തെ ദളിതരുടെ ഒരു പ്രധാന നേതാവ് എന്നാണ്. പക്ഷെ ഇതൊക്കെ ഇതുപോലെ തന്നെ ചില സങ്കല്പങ്ങൾ, ഈ ബലിരാജ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ വേറെ ചില സങ്കല്പങ്ങൾ ബംഗാളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും അവരുടെ പഴയ കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു മികച്ച ഒരാളെ കൊണ്ടുവരികയാണ്. അത് പിന്നീടുണ്ടായിട്ടുള്ള ആര്യ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ മേധാവിത്വത്തിൽ തകർന്നു പോയ സംസ്കാരത്തിന്റെ പ്രതിനിധി, തകർന്നു പോയ ഒരു നാഗരികതയുടെ അല്ലെങ്കിൽ തകർന്നു പോയിട്ടുള്ള ഒരു സുന്ദര ലോകത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരാളെ കൊണ്ടുവരുന്നു. അങ്ങനെയാണ് മഹാബലിയും വരുന്നത്. ആ സങ്കല്പങ്ങളൊക്കെ സ്വാധീനിച്ച് നമ്മുടെ മഹാബലി സങ്കല്പത്തിന്. കാരണം നമ്മുടെ മഹാബലി 19ാം നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ മഹാബലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഹാബലിയുടെ ചില കഥകളൊക്കെ ഉണ്ടായിരുന്നു പലയിടത്തായിട്ട്. ഇപ്പോൾ പഴയ കാലത്ത് ഇവിടെ വന്നിട്ടുള്ള ഫെനീഷ്യോ എന്ന് പറയുന്ന ഒരു മിഷണറി ഈ മഹാബലി കഥയെക്കുറിച്ച് പറയുന്നത് അവിടെ മാവേലി കഥയാണ്. പക്ഷെ അതിന് സാദൃശ്യമുണ്ട്. അത് ചെറിയൊരു സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും പ്രധാനമായിട്ടുള്ളത് മാവേലി രാജാവിന്റെ മിത്തായിരുന്നു. ആ മാവേലി രാജാവും മഹാബലി ചക്രവർത്തിയും കൂട്ടി, അസുര ചക്രവർത്തിയും കൂട്ടി ചേർത്ത് എടുത്തിട്ടുള്ള പുതിയ മിത്തിന്റെ സംവിധാനം മുഴുവൻ ഈ മറുനാടൻ മലയാളികളുടെ കൂടി സഹായത്തോടെ ഉണ്ടാക്കിയെടുത്തതാണ്. അവരാണ് ഉണ്ടാക്കിയത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അവരാണ് അതിനെ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ വേഷം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അവരാണ്. അപ്പോൾ ഈ അസുര ചക്രവർത്തിയുള്ള മഹാബലിയുടെ ഈ പ്രതിരോധത്തിന്റെ കഥയായിട്ട് നമ്മളിപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്നല്ലാണ്. പഴയ കാലത്ത് ഇങ്ങനെ പ്രതിരോധമായിട്ടും ആര്യദ്രാവിഡ സംഘർഷമായിട്ടൊന്നും ഓണത്തിലേക്ക് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം ഈ ഘടകങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ 20ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയെടുത്തുള്ളതാണ്. നമ്മൾ ഇതിന് പഴയൊരു കാലം കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജ്യോതിബ ഫൂലെ ആണെങ്കിൽ പോലെയും അദ്ദേഹത്തിന്റെ ഒരു പ്രതിരോധത്തിന്റെ പ്രതീകമായിട്ട് അദ്ദേഹം ബലിരാജാവിനെ കൊണ്ടുവന്നുള്ളതാണ്. ആ പ്രതിരോധത്തിന് ഒരു ആവേശം പകരാൻ വേണ്ടിയിട്ടും ഒരു ഐക്കൺ എടുത്തു കൊണ്ടുവരാമെന്ന് മാത്രം. നമ്മളിപ്പോ പഴയ ചില സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെ കൊണ്ടുവരുന്നില്ലേ, ഓരോ സമൂഹവും ഓരോ പുതിയ ഇയാളെ അവഗണിച്ചിട്ട് അയാളെ കൊണ്ടുവരണം എന്നുള്ള മറ്റുള്ള ഓരോരുത്തർ കൊണ്ടുവരുന്ന പോലെ തന്നെ ഈ ബലിരാജാവിനെയും അദ്ദേഹം എടുത്തു എന്ന് മാത്രം. ആ ബലിരാജ രസമുള്ളൊരു കാര്യം, മഹാരാഷ്ട്രയിലും കൊങ്കൺ തീരത്തൊക്കെ ഉള്ള ബലിരാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിപുത്രനാണ്, ഭൂമിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരാളാണ്. അവരതിനെ വരയ്ക്കുമ്പോൾ തന്നെ ഒരു ഭൂഗോളം വരച്ചിട്ട് അതിന്റെ സൈഡിൽ നിൽക്കുന്ന രാജാവായിട്ടാണ് വരയ്ക്കുക. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ മഹാബലി അങ്ങനെ പ്രതിരോധത്തിന്റെ ആളായിട്ട് കേരളത്തിൽ അങ്ങനെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അടുത്ത കാലം. പക്ഷെ അടുത്ത കാലത്തുണ്ട്. അടുത്ത കാലത്ത് ഈ ഇന്ത്യയിലെ മൊത്തം ദളിത് പ്രസ്ഥാനങ്ങളുടെ ഒരു ഐക്യപ്പെടലിന്റെ ഭാഗമായിട്ട് ബലി ഒരു ഐക്യത്തിന്റെ പ്രതീകമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് സമകാലികമായിട്ടുള്ള ദളിത് സമൂഹങ്ങളുടെ ഒരു മുന്നേറ്റത്തിന്റെ കൂടി ഇതായിട്ട് വരും. അങ്ങനെ ചെയ്യുന്നൊരു തെറ്റൊന്നുമില്ല. കാരണം വെച്ചാൽ അതിന് പറ്റിയൊരു ഐക്കണാണ് ബലി.